ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 4 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്.
സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാൺകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ ഒരു വചനം കണ്ടല്ലേ? ഇന്നലെ എന്ത് വചനം കണ്ടേ? സഭാപ്രസംഗി 7:29. അതൊന്ന് വായിച്ചേ. ഇന്നലെ വായിച്ചത് ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. ഇപ്പൊ ഈ സങ്കീർണത ഉണ്ടാക്കണില്ലേ ജീവിതത്തില് വളരെ ലളിതമായൊരു ജീവിതമായിരുന്നു. അതിന് സങ്കീർണത ഉണ്ടാക്കിയത് ആരാണ്? ദൈവമല്ല, നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആരെങ്കിലും ഉണ്ടാക്കിച്ചായിരിക്കും. ജീവിതം സങ്കീർണമാകുന്നതിനോട് ദൈവം ഒരു വിമുഖതയുള്ള ആളാണ്. ജീവിതമേ, കാര്യം ജീവിതം ബേസിക്കായിട്ട് സങ്കീർണമല്ല, അത് ലളിതമാണ്. അപ്പം ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളാണ് നമ്മുടെ ജീവിതത്തിനെ സങ്കീർണമാക്കിയെന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ അല്ലാത്ത വഴികൾ തിരഞ്ഞെടുത്തു. അത് പറയല്ല, എൻ്റെതല്ലാത്ത പദ്ധതികൾ നിരൂപിച്ചവർക്ക് ദുരിതം വന്നു. എടുത്തേ യെശയ്യാ 30:1. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടി. അതാണ് ജീവിതത്തെ സങ്കീർണമാക്കണം എന്ന് പറയുന്നത്. പാപം കുന്നുകൂട്ടി എന്ന് പറയുമ്പോൾ പാപം കുന്നുകൂട്ടുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ഓർക്കുക, അത് ദൈവത്തിൻ്റെ അല്ലെന്ന്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോരെ? വിവേചനമായിട്ട് പരിശുദ്ധാത്മാവ് ദാനം വേണോ? പാപം കുന്നുകൂട്ടിയ അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. ഈ ദുരിതം ഉണ്ടാക്കുകയും അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് പാപങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഓർക്കുക, ആ പദ്ധതി നമ്മളുണ്ടാക്കിയതാണ്. അത് സഭാപ്രസംഗം 7:29 പറയുന്ന പോലെ ദൈവം സരളഹൃദയനായിട്ട് സൃഷ്ടിച്ചു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടി കൊണ്ടാണ് ഈ പാപം കുന്നുകൂടിയതും ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഉണ്ടാക്കിയതും. അപ്പോൾ ദൈവത്തിൽ നിരക്കാത്ത ബന്ധം ഒരു ബന്ധം, അത് വിവാഹബന്ധമായാലും മനസ്സമ്മതമായാലും നിനക്കിഷ്ടപ്പെട്ടാൽ നല്ല ചിന്തിക്കേണ്ടത് ദൈവത്തിൽ നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. കുറേയൊക്കെ നമ്മൾ പലവട്ടം പ്രാർത്ഥിക്കേണ്ടി വരും. അതിൻ്റെ ഓരോ വിശദാംശം കിട്ടാൻ വേണ്ടിയേ, ഡീറ്റെയിൽഡ് വിശദാംശം കിട്ടാൻ വേണ്ടി പെറ്റ് സ്കാനിങ് ഉണ്ട്. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജനറൽ മെസ്സേജ് കിട്ടും, ഡീറ്റെയിൽ കിട്ടത്തില്ല. അപ്പോൾ പെറ്റ് സ്കാനിങ് പോലെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ആ വിഷയം പ്രാർത്ഥിച്ചു പോകണം. അത് നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നതൊക്കെ അന്വേഷിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. സ്റ്റിക്ക് ഓൺ ചെയ്താലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവപദ്ധതി അറിയാത്ത അന്ധന്മാരായിട്ട് മാറും. അപ്പം അതെന്താ വിഷയം? അങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറയാം. ഒരു വിഷയം വന്ന് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ചെയ്യണത്, ഇപ്പം എനിക്കൊരു വിഷയം വന്നു, എനിക്കത് ഗെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ ദിവ്യകുർബാന എടുത്തിരിക്കും.
ദൈവകാലത്ത് ഇരിക്കുക. എന്തിനാ അങ്ങനെ ഇരിക്കണത്? നമുക്കറിയാം അത് ആ ഇരിപ്പിന് കുറേ വചനങ്ങളുണ്ട്. കാര്യം നിന്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ എവിടെ പോകും? പത്രോസ് ചോദിക്കണില്ലേ, നീ അല്ലാതെ ഞങ്ങൾ എവിടെ പോകും? പത്രോസിന്റെ വല്ലാത്ത ചോദ്യങ്ങൾ ഒരെണ്ണമാണത്. അടുത്ത ആ വചനം എടുത്തേ. യോഹന്നാൻ 6:68. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അപ്പൊ നിന്റെ പക്കൽ നിന്ന് വരുന്ന വചനങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നതിൻ്റെ അർത്ഥം. അപ്പൊ ടെമ്പററി സൊല്യൂഷൻ അല്ല എൻ്റെ അകത്ത് ഉള്ളത്, ഒരു പെർപ്പച്വൽ സൊല്യൂഷനാണ് വരാൻ പോണത്. അതുകൊണ്ട് ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകുന്നുള്ള ഒരു ഒറ്റ വാക്ക് മതി, എല്ലാത്തിൻ്റെയും താക്കോലാണത്. നീ എപ്പോൾ നോക്കിയാലും കർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നാലും കർത്താവിൻ്റെ മുമ്പിൽ ഉണ്ടാകണം. കുർബാന ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ കുർബാന കഴിഞ്ഞു കുറച്ച് നേരം കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു ഭയങ്കരമായൊരു പ്രശ്നത്തിലൂടെ പോവുകയാണ്, നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണില്ല. അപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 6:68 എൻ്റെ അർത്ഥം. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിത്യജീവൻ്റെ വചനങ്ങൾ ദൈവം നിനക്ക് മാത്രം തന്നിരിക്കുന്നത്. അത് ദിവ്യകുർബാനയുടെ വലിയ ടോക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് വരണത്. പിതാക്കന്മാർ മരുഭവിച്ചു, മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലല്ല ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിലും ഞാൻ അവനെ ഭക്ഷിക്കുന്നു. സജീവനായ പിതാവിനെ അയച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നത് ഞാൻ മൂലം ജീവിക്കുന്നു പറയുമ്പോൾ യഹൂദന്മാർ ശ്രോതാക്കൾ പറയും, ഈ വചനം കഠിനമാണ്, ആർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും? അങ്ങനെ ഓരോരുത്തരായിട്ട് അവർ പോയി. അവരെ പിന്നെ ഒരിക്കലും കർത്താവിനോട് നടന്നിട്ടില്ല എന്ന് വചനം പറഞ്ഞിട്ട് പറയും. ഈശോ ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ പത്രോസ് പറയുന്ന വാക്കാണ് 6:68. യോഹന്നാൻ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലല്ലോ. അതായത് നമ്മൾ ദിവ്യകുർബാന മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഒരു വചനമാണ് അവിടെ ഉള്ളത്. എന്താണ്? എന്തുകൊണ്ടാണ് നീ കുർബാന കഴിഞ്ഞിട്ടും വിട്ടുപോകാതെ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണത്? അതിൻ്റെ വചനം 6:68. എന്താണ്? ഈ ഒരു പ്രതിസന്ധിയിൽ സന്ദേശം കിട്ടണില്ല, തീരുമാനമെടുക്കാൻ പറ്റണില്ല, എന്തിനൊന്നും അറിയത്തില്ല, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ കൂടെയാണല്ലോ. അപ്പം ദിവ്യകുർബാന വെറുതെ ഇരുന്നാൽ മതി. അങ്ങനെ പല ദിവസം ഇരിക്കുമ്പോൾ കർത്താവ് മനസ്സിലാകും, ഇവനോട് ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവൻ പോകത്തില്ല, ഇവന് സീരിയസ് ആണെന്ന് മനസ്സിലാകും, ഇവള് സീരിയസ് ആണെന്ന് മനസ്സിലാകും. അങ്ങനെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗൗരവാവസ്ഥ മനസ്സിലാക്കിയെടുക്കാൻ കൂടി ഈ സഹവാസം നമ്മളെ സഹായിക്കും. സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മ മാതാവിന് എൻ്റെ യേശുപ്പയ്ക്ക് 1000 നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ പേര് ഏഞ്ചല സാറാ ബിജു. ഞാൻ വരുന്ന പത്തനംതിട്ടയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഡിസംബർ 29 തീയതിയാണ്. കൃപാസനത്തിനെ പറ്റി ഞാൻ ആദ്യമായിട്ട് കേട്ടത് എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ്. പല ആൾക്കാർ എനിക്ക് പേപ്പർ തന്ന് പേപ്പറിലൂടെ ഉടമ്പടി സാക്ഷ്യത്തിലൂടെയും യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെയാണ് ഞാൻ കൂടുതലും ഉടമ്പടിയെ പറ്റി അറിഞ്ഞതും കൃപാസനത്തിനെ പറ്റി അറിഞ്ഞതും. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നു. എനിക്ക് മുമ്പ് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു. അമ്മയിലൂടെ തന്നെ ഞാൻ ഉടമ്പടിക്ക് മുമ്പേ ഉടമ്പടി തന്നെ ജീവിച്ച ഒരാളാണ്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി രീതികളൊക്കെ പാലിക്കുകയും ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ ഞാൻ രാവിലത്തെ പ്രാർത്ഥന, രാവിലെ എന്നും എൻ്റെ അമ്മയാണ് എന്നെ രാവിലെ വിളിച്ച് എണീപ്പിക്കുന്നത്. രാവിലെ എണീച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് അമ്മയുടെ തിരിയിൽ അമ്മയുടെ രൂപം തെളിഞ്ഞു വന്നു. ആദ്യമേ ഞാനത് ശ്രദ്ധിച്ചില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പിന്നീട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവിൻ്റെ രൂപം തന്നെയാണ് ആ തിരിയിൽ വന്നതെന്ന്. തുടർന്ന് എനിക്ക് അമ്മയുടെ രൂപമാണ് ആ തിരിയിലെന്ന് മനസ്സിലായ നിമിഷം തന്നെ അന്ന് ഫെബ്രുവരി 6 2025 എനിക്ക് തിരി ഉരുകി വീണതിൽ മാതാവിൻ്റെ തൈലം എനിക്ക് തിരിയിലൂടെ കിട്ടി. എനിക്കിത് എത്രമാത്രം കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് അന്ന് കിട്ടിയ സന്തോഷവും അത്ഭുതം എന്തുമാത്രമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉടനെ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു, അമ്മ മാതാവ് കൂടെ വന്നിട്ടുണ്ട്, അമ്മ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഞാൻ നാട്ടിലല്ലായിരുന്നു, ഞാൻ ഹൈദരാബാദ് നഴ്സിംഗ് പഠിക്കുമായിരുന്നു, 3rd ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഉടനെ തന്നെ എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല, എന്ത് പഠിക്കണമെന്നും അറിയത്തില്ല.
അങ്ങനെ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു, പഠിക്കാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണം. അവർക്കൊക്കെ വചനം പറഞ്ഞ് ആശ്വാസം വേഗം എനിക്ക് സാധിച്ചു. എൻ്റെ കൂടെ വന്നിരുന്ന് കരഞ്ഞൊരു കുട്ടിക്ക് എൻ്റെ കഴുത്തിൽ കിടന്ന് അമ്മയുടെ കാശുരൂപം ഊരി കൊടുക്കുകയും എന്നിലൂടെ ഈ അത്ഭുതം കണ്ട് ഒരുപാട് പേര് അമ്മയിൽ വിശ്വസിക്കുകയും കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചു. എൻ്റെ കൂടെ വന്നിരുന്ന കൂട്ടുകാരിയും അവളും ഉടമ്പടി ഓൺലൈനായിട്ട് എടുത്തു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഇയർ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയാക്കി. ഞങ്ങൾ തേർഡ് ഇയർ അമ്മ മാതാവ് ഞങ്ങളെ ഓരോരുത്തവരെയും BSc നഴ്സിംഗ് പാസ്സാക്കി. അമ്മയുടെ ഉപ്പും തൈലവും ഞാൻ യൂസ് ചെയ്യുമായിരുന്നു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ്. അങ്ങനെ ഞാൻ ഫോർത്ത് ഇയർ കയറി ഇവിടെ വന്ന് വീണ്ടും ഞാൻ ഉടമ്പടി ഇവിടെ പുതുക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് അമ്മ മാതാവിനെ പിടിക്കാനാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അച്ചീവ്മെൻറ്റ് എന്താണ് നേടിയെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയും എനിക്ക് അമ്മ മാതാവിനെ അന്ന് കൈ പിടിക്കാൻ കിട്ടി എന്ന് ഞാൻ തന്നെ പറയും. അതിനുശേഷം ഞാൻ ഇവിടുന്ന് പോയി 6 മാസം ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് ആയിരുന്നു. എനിക്ക് ഇൻറ്റേൺഷിപ്പിൽ കിട്ടിയത് ക്രിട്ടിക്കൽ കെയർ ICUലായിരുന്നു എനിക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടിയത്. ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ എങ്ങനെ ഒരു സ്റ്റുഡൻ്റായിട്ടുള്ള ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരമൊക്കെ ധൈര്യം കിട്ടിയത് അമ്മ മാതാവിൻ്റെ ഈ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഓരോ ജോലിയും എനിക്ക് കിട്ടുന്ന ഓരോ പേഷ്യൻസിനെയും എൻ്റെ സ്വന്തം ആളായിട്ട് തന്നെ കണ്ട് യേശുവിനെ തന്നെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെ ഞാൻ അവരെ ഓരോരുത്തവരെയും നല്ല രീതിയിൽ തന്നെ കെയർ കൊടുത്തെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന പേഷ്യൻസ് ക്രിട്ടിക്കലായിട്ടുള്ള എൻഡ് ഓഫ് ദ ലൈഫ് കെയർ കൊടുക്കുന്ന പേഷ്യൻസ് ആയിരുന്നു. മരിക്കാർ കിടക്കുന്ന പേഷ്യൻസിനെയായിരുന്നു എനിക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത്. അവരെയൊക്കെ എങ്ങനെ ചികിത്സിക്കണം പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് ഓരോരുത്തരെയും ഞാൻ ശ്രദ്ധിച്ചു. എന്നാൽ കഴിയുന്ന വിധത്തിൽ അവർക്ക് അവസാന നിമിഷത്തെ കെയർ എങ്ങനെ കൊടുത്ത് എന്നെനിക്കറിയില്ല. പക്ഷെ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് തന്നെ ഞാൻ അവർക്ക് ആ കെയറൊക്കെ കൊടുത്തു. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പേഷ്യൻസ് പോലും മരിച്ചിട്ടില്ല. അതെനിക്ക് വലിയൊരു സാക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോർത്ത് ഇയറിലെ ടൈം ടേബിൾ വന്നു. 1 മാസത്തിനുള്ളിൽ എക്സാമാണ്. ഫോർത്ത് ഇയറിലെ ഒരു വിഷയം പോലും എന്താണെന്നോ എങ്ങനെന്നോ ഒരു ഐഡിയയുമില്ല. ഒരു വാക്ക് പോലും പഠിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഫോർത്ത് ഇയർ ടൈം ടേബിൾ വന്നു. 1 മാസത്തിനുള്ളിൽ പരീക്ഷയെന്ന് പറഞ്ഞു. മുന്നോട്ട് എങ്ങനെ പോകുന്നൊരു പിടുത്തവും ഇല്ല. എന്ത് പഠിക്കണമെന്നും അറിയില്ല. അങ്ങനെ കൂട്ടത്തിൽ നിന്നൊക്കെ പഠിച്ചു. പലരും വന്ന് പറഞ്ഞു അത് പാടാ, ആ സബ്ജക്റ്റ് പാടാ, ഈ സബ്ജക്റ്റ് പാടാ. പലരും ഫെയിലായിട്ടുണ്ട് ആ സബ്ജക്റ്റിന്. അപ്പോഴൊക്കെ ഞാൻ ധൈര്യം കൈവിടാതെ ധൈര്യത്തോടെ തന്നെ അമ്മ മാതാവിൻ്റെ കാശുരൂപം, ഇവിടുത്തെ ഉടമ്പടി ധ്യാനം, അച്ഛൻ്റെ എല്ലാ ദിവസത്തെ ഉടമ്പടി ധ്യാനവും, അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ഓരോ സാക്ഷ്യം 1-2 സാക്ഷ്യങ്ങൾ കേട്ടാണ് എനിക്ക് ആശ്വാസം കിട്ടിയത്. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ സാക്ഷ്യത്തിലൂടെ എനിക്ക് പലതവണ ആശ്വാസം കിട്ടിയിട്ടുണ്ട് അതിലൂടെ. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു, ഉടമ്പടി ധ്യാനം കൂടി, അമ്മയുടെ മുഴുവൻ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഫോർത്ത് ഇയർ കയറുന്നതിന് മുമ്പ് ഒരു വാക്ക് പോലും അറിയത്തില്ല. എന്നാലും എന്തൊക്കെയോ പഠിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പുമായിട്ട് ഞാൻ ക്ലാസ് റൂമിൽ കയറുന്നതിന് മുമ്പും ഇറങ്ങാൻ നേരം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ക്ലാസ് റൂമിൽ കയറിയിരിക്കുമ്പോൾ പലരും പല ഉത്തരങ്ങളും പറയുന്നു. പക്ഷെ അവർ പറയുന്ന ഉത്തരങ്ങളൊന്നും എന്താന്ന് പോലും എനിക്ക്, ചില ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. അവരെന്താ പറയുന്നത് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. ഞാൻ ചെവി പൊത്തിരുന്ന് അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇരിക്കുന്നിടത്ത് ഫുള്ള് ഉപ്പിട്ടു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. പരീക്ഷ പേപ്പർ കിട്ടി. ഉത്തരങ്ങൾ ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ എന്ത് ഉത്തരമാണ് അതിൽ എഴുതിയതും എന്ത് ക്വസ്റ്റ്യനാണ് അതിൽ വന്നതെന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ മുന്നോട്ട് പോയി. എക്സാം എല്ലാം കഴിഞ്ഞു. അമ്മ ചോദിച്ചു നിനക്ക് പേടിയുണ്ടോ എക്സാം പാസ്സാവുമല്ലോ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ പേടിക്കുന്നത്, ഞാൻ അമ്മ മാതാവിനെ മുറുകെ പിടിച്ചല്ലേ ഞാൻ മുന്നോട്ട് പോയത്. എനിക്കിപ്പോഴും പറയാൻ സാധിക്കും ഞാൻ ആ പേപ്പറിൽ എന്താണ് എഴുതിയതെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഞാൻ എഴുതിയ ഓരോ പേപ്പറിലും അമ്മ മാതാവിൻ്റെ ഉപ്പും തൈലവും തേച്ചാണ് ഞാൻ ആ പേപ്പർ കൊടുത്തത്. അതോടൊപ്പം തന്നെ എനിക്കറിയാത്ത ഉത്തരങ്ങളിൽ ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ച് ലാസ്റ്റ് ഞാൻ കൃപാസനമെന്നും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ എഴുതി. ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറിൽ അത് എഴുതിയെന്ന് എനിക്കറിയില്ല. ഞാൻ അതേ ധൈര്യത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. ഞാൻ അത് എഴുതി. കഴിഞ്ഞ മാസം റിസൾട്ട് വന്ന് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ എന്നെ പാസ്സായി. എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കി. ഇത്രത്തോളം അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയണം. അതോടൊപ്പം തന്നെ ഇനിയും മുന്നോട്ടുള്ളത് എനിക്ക് ജോലിയാണ്. ഞാൻ നിന്ന ബ്രാഞ്ചിൽ തന്നെ ഞാൻ നിന്ന ഹോസ്പിറ്റലിൽ പല ബ്രാഞ്ചസ് ഉണ്ട്. ഞാൻ രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഒരു തവണ ഒരു എലക്യൂഷന് പോയൊരു ആ ബ്രാഞ്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കണേ അമ്മയെന്ന് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ എഴുതി. പക്ഷേ ഇൻറ്റേൺഷിപ്പ് എനിക്ക് ആ ബ്രാഞ്ച് കിട്ടിയില്ല, വേറെ ബ്രാഞ്ച് കിട്ടുമ്പോൾ ഞാൻ വെച്ച് സാരമില്ല 6 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, 6 മാസം അമ്മ മാതാവ്, അത് കഴിഞ്ഞിട്ട് അമ്മ മാതാവ് എനിക്ക് നല്ല ഏതെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി.
അങ്ങനെ ഇരിക്കലെ ഞാൻ 4 വർഷം എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് 2 ആഴ്ചക്കുള്ളിൽ ഒരു മെസ്സേജ് വരുവാണ്. ഞാൻ ഇവിടെ നിയോഗത്തിൽ വെച്ച ബ്രാഞ്ചിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഇതുണ്ട്, ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അറ്റൻഡ് ചെയ്യണമെന്നും ചോദിച്ചു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഓൺലൈനായിട്ടായിരുന്നു. അമ്മയുടെ കാശ് രൂപവും തൈലവും ഉപ്പും പിടിച്ച് തന്നെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. വെറുതെ അറ്റൻഡ് ചെയ്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ അവിടുത്തെ ഇത് വന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ലിസ്റ്റിൽ എൻ്റെ പേരും അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പേരും അതിലുണ്ടായിരുന്നു. പക്ഷെ ഉടനെ തന്നെ ഒരു കോളേജിൽ നിന്നൊരു റിപ്ലൈ വരുവാണ്, ആ ബ്രാഞ്ചിൽ നിന്ന് ആരെയും എടുക്കുന്നില്ല, അതുകൊണ്ട് ആരും ഇനി അങ്ങോട്ട് പോകണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മാതാവ് വലിയത് ഏതെങ്കിലും കരുതിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് മാതാവ് നല്ലത് കരുതും എന്നോർത്ത് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരുന്നു. പല HR-ലും വിളിച്ചു, പക്ഷെ ആരും ഒരു റിപ്ലൈ പോലും തരുന്നില്ല. എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ്, ഇവിടെ ഞാൻ വരുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഇവിടെ നിയോഗത്തിൽ വെച്ച ബ്രാഞ്ചിൽ തന്നെ HR-ന്ന് ഡയറക്റ്റ് എനിക്ക് കോൾ വരുവാണ്. നീ എന്തുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നീ എന്തുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാം, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ആലോചിച്ചിട്ട് ഞാൻ പറയാം, പക്ഷേ അടുത്ത ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ഇവിടെ നിയോഗത്തിൽ വെച്ച ബ്രാഞ്ചിൽ തന്നെ ഞാൻ ജോലിക്ക് കയറാൻ പോവാണ്. എൻ്റെ മാതാവ് അത്രയ്ക്ക് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് 1000 നന്ദി പറയാതെ വേറെ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ എനിക്ക് ആത്മീയമായിട്ടുള്ള വളർച്ച എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ദൈവത്തെ അറിഞ്ഞു. ഉടമ്പടിയിലൂടെ ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണം, അത് ഉറപ്പായിട്ടും വേണം. പക്ഷെ അതിലുപരി എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ തലമുറയിലുള്ളവരോട് പറയാനുള്ളത്, ഉടമ്പടിയിൽ ഞാൻ എന്ത് നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ ദൈവത്തെ നേടി. ഞാൻ എൻ്റെ യേശുവിനോടും അമ്മ മാതാവിനോടും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. ഞാൻ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ പേപ്പറിൽ ആദ്യം എഴുതുന്ന നിയോഗം, മാതാവേ യേശുപ്പ, എനിക്ക് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് മരണം വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണേ എന്നാണ് ഞാൻ ആദ്യം എഴുതുന്നത്. എനിക്ക് അതോടെ തന്നെ മുന്നോട്ട് പോകാനും അതേ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. ഇത്രത്തോളം അനുഗ്രഹം തന്നെ എൻ്റെ മതൻ 1000 നന്ദി. അതോടൊപ്പം ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുക എന്നുള്ളൊരു പ്രയാസപരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ നോർമലി ഞാൻ ഉടമ്പടിക്ക് മുമ്പ് ഒരു സങ്കീർത്തനം ഏറ്റവും ചെറിയൊരു സങ്കീർത്തനം എടുത്ത് വായിക്കുകയായിരുന്നു എൻ്റെ സ്ഥിരം ഞാൻ വായിക്കുന്നത്. പക്ഷേ ഉടമ്പടിക്ക് ശേഷം അരമണിക്കൂർ കൂടുതൽ ബൈബിൾ വായിക്കാനും 3 തവണ ഞാൻ പുതിയ നിയമം ഫുൾ വായിച്ചു കഴിഞ്ഞു. ദൈവത്തെ, എൻ്റെ കർത്താവിനെ, യേശുവിനെയും അമ്മ മാതാവിനെയും കുറിച്ച് കൂടുതൽ അറിയാനും വീണ്ടും അറിയാനും അച്ഛൻ്റെ ഇവിടുത്തെ ടോക്കും അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ചു ഞാൻ കൂടുതൽ ദൈവത്തെ അറിയാൻ സാധിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഉപവാസം എടുക്കുക. ഒരു ദിവസമൊക്കെ ഉപവാസം എങ്ങനെ എടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ 20 ദിവസത്തിന് കൂടുതൽ 2 നേരത്തെ ആഹാരം ഉപേക്ഷിച്ച് വൈകിട്ടത്തെ ആഹാരം മാത്രം കഴിച്ച് ഉപവാസിച്ച ദിവസങ്ങളുണ്ട്. അത്രത്തോളം ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത്രത്തോളം ദൈവത്തോട് എനിക്ക് അടുക്കാൻ സാധിച്ചു. എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇത്രത്തോളം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും എൻ്റെ യേശുപ്പയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, വീട്ടിൽ ഞാൻ വരുമ്പോൾ അമ്മയും ഞാനും കൂടെ ചേർന്ന് ഫുഡ് ഉണ്ടാക്കി ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെറിയ എന്തെങ്കിലും ബ്രെഡോ കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് ഞാൻ അടുത്തുള്ള വയ്യാത്തവർക്കും ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ മാക്സിമം ഞാൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടുന്ന പല അതും പല ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ കിട്ടി. ആ പേഷ്യൻസിനൊക്കെ എനിക്ക് നന്നായിട്ട് എന്നെ ശുശ്രൂഷിക്കാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്രം ഞാൻ ആദ്യമേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വിശേഷവിധിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അച്ഛൻ പറയുന്നത് പോലെ ഞാൻ പേപ്പറിൽ വചനങ്ങൾ എഴുതി എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ പിന്നീട് ഹോസ്പിറ്റലിലെ സ്റ്റാഫിന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ധ്യാനം ഒരിക്കലും ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചകളിലെ ധ്യാനം ഞാൻ ഒരു തവണ പോലും മുടക്കിയിട്ടില്ല. ക്ലാസ്സിന് പോകുമ്പോൾ നീ എങ്ങനെ ധ്യാനം കൂടുമെന്ന് പലരോട് ചോദിച്ചപ്പോൾ ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് വന്ന് ധ്യാനം കൂടുന്നത്. എനിക്ക് ക്ലാസ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് അമ്മ മാതാവ് യേശുവിനാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടാൻ തുടങ്ങി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എക്സാം സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് എക്സാം സമയത്തും അല്ലാത്ത സമയത്തും സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തലവേദനയായിരുന്നു എനിക്ക്. എക്സാം സമയത്ത് ഉറക്കമൊക്കെ അളയ്ക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് ഭയങ്കരമായിട്ട് തലവേദന. ഒരു ഒരു ഗുളികയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ധൈര്യത്തോട് പഠിക്കാൻ സാധിച്ചു. ഒരു നേരം പോലും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല, മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. ഞാൻ എൻ്റെ അമ്മയുടെ കരുതലിന് വേണ്ടി അമ്മ ഒരു പാക്കറ്റ് മരുന്ന് തന്നു വിടുമായിരുന്നു. പക്ഷേ ആ മരുന്ന് അതേപോലെ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഒരു മരുന്ന് പോലും എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല. എൻ്റെ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ തൈലമായിരുന്നു എനിക്ക് വേദന വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആശ്വാസം നൽകിയത്. ഇത്രത്തോളം അനുഗ്രഹം തന്നെ എൻ്റെ മാതാവിന് 1000 നന്ദി. ഇനി മുന്നോട്ട് പോകാൻ ജപമാല ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. ഞാനൊരു യാക്കോബ വിശ്വാസിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജപമാലയില്ല. എന്നാലും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ജപമാലയൊക്കെ ചൊല്ലാൻ പഠിച്ചിട്ടുണ്ട്. ജപമാല പറ്റുന്ന ദിവസങ്ങളൊക്കെ ജപമാല ചൊല്ലാറുണ്ട്. ഇനിയും പറയാനുള്ളത്, ഞാൻ മുന്നോട്ട് ഇനി പോകാനും എനിക്ക്
അറിയില്ല. കാരണം ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ചിൽ ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടികൾ പോലും എൻ്റെ കൂടെ ഇല്ല. ഞാനവിടെ ആഗ്രഹിച്ചു, എനിക്ക് അമ്മമാതവിടെ തന്നു, ഞാനവിടെ ഒറ്റയ്ക്കാണ് ഞാൻ ആ ബ്രാഞ്ചിലോട്ട് പോകുന്നത്. എനിക്കറിയാം മുന്നോട്ട് പോകാൻ ഇനി ആവശ്യങ്ങളുണ്ട്, എങ്ങനെയാ എന്താ എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് മുന്നേ ഉള്ളു. പക്ഷെ ഇവിടെ അച്ഛൻ എന്നും സ്ഥിരമായിട്ട് പറയാനുള്ള പോലെ ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ എന്നുള്ള ഉറപ്പ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എൻ്റെ യേശുവിനും മാതാവും എൻ്റെ കൂടെ, ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള പൂർണ്ണ ഉറപ്പും ബോധ്യം എനിക്കുണ്ട്. ഇത്രത്തോളം അനുഗ്രഹം തന്ന എൻ്റെ മാതാവിന് 1000 നന്ദി. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. ഭൗതികമായിട്ടുള്ള വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധമായാണ് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നീട് ഈ മകൾ പറഞ്ഞു നിർത്തുന്നത് ദൈവത്തെ നേടി എന്നാണ്. ഒരുപക്ഷെ നമ്മളും മാനുഷ്യപരമായിട്ട് വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെയാണ് ദൈവത്തിലേക്ക് ഒരുപക്ഷെ നാം കടന്നു വരുന്നത്. പിന്നീട് ആ ബന്ധത്തിലൂടെ ദൈവമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധത്തിലേക്കാണ്, ഒരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്കാണ് ഉടമ്പടി നമ്മെ നയിക്കുന്നത്. ഈശോയുടെയും അമ്മയുടെയും കൂടെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്ക് തിരിച്ചു കിട്ടിയെന്നാണ് ഉടമ്പടിയിലൂടെ. ഈ മകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്ത് സാധിച്ചു, എന്ത് നേടിയെന്ന് ചോദിച്ചപ്പോൾ പരീക്ഷയിലെ വിജയമോ ജോലിയോ ഒന്നുമല്ല, ഈശോയും അമ്മയിലുമുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു എന്നതാണ് ഈ മകൾ അഞ്ജല സാക്ഷ്യത്തിൽ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെയാണ് യാക്കോബായ ഡിനോമിനേഷനിൽപ്പെട്ട ഈ മകൾ ജപമാല യൂട്യൂബിൽ നിന്ന് പഠിക്കുകയും ജപമാല ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും കാരുണ്യ പ്രവൃത്തികൾ പറ്റാവുന്ന രീതിയിൽ എല്ലാ രീതിയിലും മറ്റുള്ളവർക്ക് സഹായിക്കുകയും ഒക്കെ ചെയ്തു. വിശേഷവിധിയായിട്ട് കൃപാസന പത്രത്തിൽ ഓരോ വചനം എഴുതി പ്രാർത്ഥിച്ചാണ് കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതും ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം ക്ലാസ് പോലും കട്ട് ചെയ്ത് അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു. അത്രമാത്രം പ്രാധാന്യമാണ് ഉടമ്പടിക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഈ മകളുടെ ആഗ്രഹപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ മകളെ സഹായിച്ചതും അനുഗ്രഹിച്ചതും. തലവേദന വന്നപ്പോഴും വളരെ വർഷം വിക്സ് ഉപയോഗിച്ചു, പല ടാബ്ലറ്റ്സും എടുത്തിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലവേദനയും പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് പറയണത് ജീവിതത്തിൽ എല്ലാം നേടി എന്ന് പറയുമ്പോൾ ദൈവത്തെ നേടിയെന്നാണ്. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യവും ആ ബന്ധവുമെല്ലാം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനിയുമുള്ള ജീവിതത്തിൽ അച്ഛൻ പലപ്പോഴും പറയാറുണ്ട് ആ വചനം, ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. ആ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവ സാന്നിധ്യത്തിലൂടെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാനാണ് അഞ്ജലിക്ക് ആഗ്രഹം. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ തളരുന്ന നിമിഷങ്ങളും ക്ഷീണിക്കുന്ന നിമിഷങ്ങളുമൊക്കെ ഉണ്ടാവാം. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ഉടമ്പടിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാൻ സാധിക്കും. ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓടിയാലും ക്ഷീണിക്കാത്ത, നടന്നാലും തളരാത്ത ആ ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതയാത്രയിലേക്ക് നമ്മളെ കരം പിടിച്ച് നയിക്കുന്നത് പരിശുദ്ധ അമ്മ കൃപാസന അമ്മയാണ്. അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ആത്മീയ യാത്ര കൂടുതൽ തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. അഞ്ജല സാറാ ബിജു ഇനും കൃപാസനം മാതാവിനും തിരുക്കാരനും കോടാടുകൂടെ നന്ദി. എൻ്റെ ഒരു ജോർജ, ഞാനൊരു ഡോക്ടറാണ്. ഞാൻ വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. അമ്മ വഴിയാണ് ഉടമ്പടിയെ പറ്റി എനിക്ക് അറിയുന്നത്. ആദ്യം ഉടമ്പടി എടുക്കുന്നത് 2019 മാർച്ചിലാണ്. ആ സമയം ഞാൻ MBBS പരീക്ഷ ഫൈനൽ ഇയർ പരീക്ഷ എഴുതുന്ന സമയമായിരുന്നു. അപ്പോൾ ആദ്യത്തെ നിയോഗമായിട്ട് തന്നെ ഫൈനൽ ഇയർ പരീക്ഷ പാസ്സാവണം എന്നായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കൃപാസന മാതാവ് വഴി അത് തുടക്കം തന്നെ എനിക്കത് സാധിച്ചു തന്നു കിട്ടി. അത് പ്രാർത്ഥിച്ച് നമ്മൾ മെഡിസിനിൽ എനിക്ക് കുറഞ്ഞ മാർക്കായിരുന്നു മിക്ക സമയത്ത്. അപ്പോൾ അത് പക്ഷേ ഫൈനൽ വരെ പരീക്ഷയ്ക്ക് എനിക്ക് അത് പാസ്സാകാൻ സാധിച്ചു. അമ്മയ്ക്ക് അത് കാണാൻ നന്ദി. പിന്നീട് നമ്മൾ
അമലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് UK പോകാനുള്ള തീരുമാനം എടുക്കുന്നത്. 2022 ആണ് അതിൻ്റെ പരീക്ഷകളൊക്കെ എഴുതാൻ തുടങ്ങിയത്. ഈ സമയങ്ങളൊക്കെ എല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. മൊത്തത്തിലൊരു 12-13 പ്രാവശ്യം പുതുക്കിയിട്ടുണ്ട്. പ്രാർത്ഥനകളും കുർബാനയും കുമ്പസാരവും ജപമാലയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാവരും അതോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. IELTS ഈ UK ലൈസൻസിങ് പരീക്ഷ എന്ന് പറഞ്ഞ പ്ലാബ് 1 പ്ലാബ് 2 എല്ലാം എനിക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം വഴി എനിക്ക് കിട്ടി. ഇതെല്ലാം പരീക്ഷയ്ക്ക് ഞാൻ പോകുന്നത് തൈലം പരട്ടിയിട്ടും പോക്കറ്റിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഉപ്പ് നമ്മൾ എക്സാം എഴുതുന്ന സ്ഥലത്തിൻ്റെ ചുറ്റും വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ദൈവാനുഗ്രഹിച്ച് കൃപാസന മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് കിട്ടി. പിന്നീട് നമ്മൾ ജോലി തപ്പണ സമയത്ത് UK ഓൺലൈൻ ഇൻ്റർവ്യൂ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ കിട്ടി. അത് ഇൻ്റർവ്യൂ കിട്ടിയതൊരു സർജിക്കൽ ജോബായിട്ടാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ഡോക്ടറായിട്ട് പോകുമ്പോൾ അവിടെ സർജിക്കൽ ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്ക സമയത്ത് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി കിട്ടാറ് ഡോക്ടർമാർക്ക്. ഞാൻ സർജറിയിൽ ജോലി ചെയ്യണമുണ്ട്, എനിക്ക് സർജിക്കൽ ജോബ് തന്നെ വേണമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു സർജിക്കൽ ഇൻ്റർവ്യൂ കിട്ടി. അത് ഞാൻ ഈ എക്സാമിന് ഒരുങ്ങണ പോലെ തൈലം പുരട്ടി എന്തെങ്കിലും കൊണ്ടുപോയി ഉപ്പും വെച്ചിട്ട് ലാപ്ടോപ്പിന് മുമ്പിൽ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ദൈവാനുഗ്രഹിച്ച് കിട്ടി. അത് കഴിഞ്ഞിട്ട് UK ജോലി ആരംഭിച്ചു. പിന്നീട് അടുത്ത പരീക്ഷ, നമ്മുടെ ജീവിതം പരീക്ഷകൾ മാത്രമായതുകൊണ്ട് അടുത്ത പരീക്ഷ MRCS എന്നൊരു പരീക്ഷയായിരുന്നു. അത് മെമ്പർ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ഈ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കൺസൾട്ടൻറ്റ് ലെവൽ പോസ്റ്റിലൊക്കെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ MRCS പരീക്ഷേൻ്റെ പ്രിപ്പറേഷനായിട്ട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഉണ്ട്. ആ ഫസ്റ്റ് പാർട്ട് ഞാൻ ആദ്യത്തെ 2 തവണ എഴുതി അത് പൊട്ടി. അപ്പോൾ ആ സമയം എനിക്ക് പണ്ടത്തെ ആ തീക്ഷ്ണത ഇല്ലായിരുന്നു, കുറച്ച് കുറവായിരുന്നു. പ്രാർത്ഥനകളും പിന്നെ ഇടയ്ക്ക് മുടങ്ങിപ്പോവാറുണ്ട് ധ്യാനത്തിൻ്റെ ഇത്. പിന്നീട് അത് മനസ്സിലാക്കി ഞാൻ അത് പിന്നെയും കുറച്ചും കൂടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3ാമത്തെ അറ്റംപ്റ്റിന് മുന്നേ 3ാമത്തെ അറ്റംപ്റ്റിൽ പഠിത്തം കാട്ടും കൂടുതൽ എനിക്ക് പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അത് പാസ്സാവില്ലോ എന്ന്. പക്ഷേ 3ാമത്തെ അറ്റംപ്റ്റ് അത്ഭുതമാകട്ടെ അത് പാസ്സായി. അത് കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അങ്ങനെ എൻ്റെ പഠിത്തം കേട്ടിട്ട് ആരും വിചാരിച്ചില്ല അത് പാസ്സാകുന്നു. കാരണം 2 ആഴ്ച എന്തൊക്കെയോ നോക്കിയുള്ളൂ, കൂടുതൽ പ്രാർത്ഥന ഞാൻ ചെയ്തത്. അപ്പോൾ അതും നന്നായി പ്രാർത്ഥിച്ച് വെന്തിങ്ങം കൊണ്ടുപോയി എണ്ണയും തേച്ച് വിശ്വാസം പ്രമാണം ചൊല്ലി തൈലം പുരട്ടിയൊക്കെയാണ് നമ്മൾ എക്സാമിനൊക്കെ പോയത്. അപ്പോൾ പാസ്സായി. പിന്നെ അടുത്ത പാർട്ട് B ഉണ്ട്, ഈ അതേ പരീക്ഷേൻ്റെ പാർട്ട് B ഉണ്ട്. അതാണ് ആൾക്കാർ പൊട്ടാറ്. അത് ഭയങ്കര പ്രാക്ടിക്കൽ പരീക്ഷ ഭയങ്കര പാടാണ്. 50% പാസ് മാർക്കുള്ളൂ. അത് ഇതുപോലെ ഈ സെയിം ഫോർമുല ഉപയോഗിച്ചു. ഫസ്റ്റ് പാർട്ടിൻ്റെ നമ്മൾ പഴയ തീക്ഷ്ണത തന്നെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കൂടുതൽ പ്രാർത്ഥന പഠിത്തം കാണും കൂടുതൽ. അത് എനിക്ക് ഫസ്റ്റ് അവസരത്തിൽ തന്നെ പാസ്സായി പാർട്ട് B. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപാസന മാതാവിന് കോടാകോടി നന്ദികൾ. പ്രേക്ഷിത പ്രവർത്തനം വഴി ഞാൻ പത്രം എപ്പോഴും നാട്ടിൽ വരുമ്പോൾ കൊടുക്കാറുണ്ട്. അത് KSRTC സ്റ്റാൻഡിൽ പോയിട്ട് KSRTCൻ്റെ പാർക്ക് ചെയ്ത ബസ്സിൻ്റെ ഉള്ളിൽ പോയി കൊടുക്കും. പിന്നെ വഴിക്ക് വെച്ച് കൊടുക്കും. പിന്നെ റെയിൽവേ സ്റ്റേഷനും പോയി കൊടുക്കും. ഇടയ്ക്ക് വെച്ച ആൾക്കാർ അങ്ങനെ വേണ്ടാന്നൊക്കെ പറയും, ചിലപ്പോൾ ചിലർ കളിയാക്കും, പക്ഷെ എന്നാലും കൊടുക്കും. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ കാശായിട്ടാണ് മെയിനായിട്ട് സഹായിക്കാറ് ആൾക്കാരെ. അത് ഈ വീട് ജപ്തിയായിരിക്കുന്ന ആൾക്കാരുടെയും പിന്നെ ഈ ഹോസ്പിറ്റലിൽ ബിൽസ് വരുന്ന ആൾക്കാർക്കും പിന്നെ ഈ കല്യാണം ചിലവ് ആയി കാശ് ആവശ്യമുള്ളവർക്ക്, എക്സാം എഴുതാനുള്ള ഫീസിൻ്റെ കാശ് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കാശായിട്ട് അങ്ങ് കൊടുക്കും, സഹായിക്കും. ചോദിക്കുമ്പോൾ തന്നെ അങ്ങ് കൊടുക്കും. പിന്നെ ഡോക്ടറായതുകൊണ്ട് ജോലി ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് നിൽക്കാറുണ്ട്. അവിടെ നമ്മൾ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അപ്പം തന്നെ പോകാൻ പറ്റും. ആരെയും സഹായിക്കേണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല, ആരൊന്നും പറയില്ല. പക്ഷേ ഞാൻ പൊതുവെ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ചിലപ്പോൾ എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാലും നിൽക്കാറുണ്ട്.
അതിന് വേറെ കാശൊന്നും ഞാൻ ചോദിക്കാറില്ല, അത് നിന്ന് സഹായിക്കും. അപ്പോൾ അങ്ങനത്തെയാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറ് ഞാൻ. പിന്നെ എപ്പോഴും കുർബാനയ്ക്ക് ഞാൻ പെട്ടെന്ന് പോലെ പോകാറുണ്ട്. അവിടെ ചില സമയത്തൊക്കെ ഡ്യൂട്ടി കാരണം നമുക്ക് പോകാൻ പറ്റില്ല. അവിടുത്തെ കുർബാന സമയങ്ങൾ 10 മണിക്കൊക്കെ ആയിരിക്കും രാവിലെ, അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടാകും. പക്ഷേ പറ്റുന്ന സമയം എപ്പോഴും പോകാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ആദ്യം ജോലി ചെയ്ത സ്ഥലത്ത് ഒരു അച്ഛന് പരിചയം ഉണ്ടായിരുന്നു. അച്ഛന് പരിചയമുള്ള സമയത്ത് നേരത്തെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അച്ഛൻ ചെല്ലുന്ന പ്രൈവറ്റ് കുർബാനയിൽ ഞാൻ പങ്കിടാറുണ്ട്. പിന്നെ ഡെയിലി കൊന്തയുണ്ട്, ഡെയിലി ബ്രെഡും കാണാറുണ്ട് ഇപ്പോൾ എപ്പോഴും. പിന്നെ ആഴ്ചയിലെ ചൊവ്വാഴ്ചയിൽ ധ്യാനവും കൂടാറുണ്ട്. ബൈബിൾ വായനയും എല്ലാ അരമണിക്കൂർ ഇപ്പോൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അനുഗ്രഹങ്ങൾക്കും ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്കും തിരുക്കവരണം കൃപാസന മാതാവിനെ കോടാകടക്കിന് നന്ദി. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയായിട്ട് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങളാണ്. മനുഷ്യശക്തി ഒരുപക്ഷെ പരിമിതമാവാം. യുവാക്കളും ശക്തരായവർ പോലും ജീവിത പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ തളർന്നു പോകാം. എന്നാൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി വിശ്വസ്തയോടെ പാലിക്കുന്നവർക്ക് പുതിയൊരു ശക്തിയും ധൈര്യവുമാണ് ഈശോയും അമ്മയും കൊടുക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കഴുകന്മാരെ പോലെ പറന്നുയരാൻ, ആത്മീയതയിൽ വളരുവാനും, ദൈവാനുഗ്രഹത്തിൽ ഒരു പുതിയ ജീവിതം നയിക്കുവാനും അവർക്ക് സാധിക്കുന്നു. ക്ഷീണത്തിലും നിരാശയിലും പ്രതിസന്ധികളിലും രോഗങ്ങളിലും കുടുംബ പ്രശ്നങ്ങളിലുമൊക്കെ തളരാതെ, മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തിയിൽ ഉയർന്നു നിൽക്കുവാൻ അവർക്ക് സാധിക്കുമെന്നാണ് നമുക്ക് ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടർ ജോർജ് തരകൻ എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിലും ആദ്യമായിട്ട് അമ്മയാണ് പരിശുദ്ധ അമ്മയുടെ കൃപാസനം മരിയൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം അമ്മ തന്നെയാണ് ആ വിശ്വാസം കൈമാറിയത്. മകൻ MBBS ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ കൃപാസനം ഉടമ്പടി എടുക്കുകയും പിന്നീട് ആ ഉടമ്പടി ജീവിതം തന്നെയാണ് മുന്നോട്ട് നയിച്ചത്. 12 പ്രാവശ്യം പുതുക്കി ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഡോക്ടർ ജോർജ് തരകൻ ഇന്ന് വന്നിരിക്കുകയാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുവാനായിട്ട്. MBBS കംപ്ലീറ്റ് ആവാനായിട്ട് പാസ്സാകാൻ സാധിച്ചു. അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉടമ്പടിയിലാണ്. ഉടമ്പടി ജീവിതം വളരെ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുകയാണ്. IELTS എക്സാമും പ്ലാബ് എക്സാമും എല്ലാം 1st and 2 എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം പാസ്സാകാൻ സാധിച്ചു. അവിടെയെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പുമായിട്ടാണ് ഡോക്ടർ എല്ലാ കാര്യത്തിനും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡോക്ടറിനെല്ലാം പാസ്സാകാൻ സാധിച്ചത്. പിന്നീട് ജോബ് തന്നെയാണേലും പഠിത്ത MBBS കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ UK ഒരു ജോലി ലഭിക്കുക അത്ര എളുപ്പമല്ല. സർജിക്കൽ ജോബാണ് അത്. വളരെ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ് ജോബ് ദെയർ. പക്ഷെ അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ് അന്നും ഉടമ്പടിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പേപ്പേഴ്സും IELTS എക്സാം, പ്ലാബ് എക്സാമും ജോലിയുടെ ഇൻ്റർവ്യൂവും എല്ലാം എവിടെ പോയാലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഉടമ്പടിയുടെ ആ ലോക്കറ്റ് അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് കാശുരൂപവും ഉടമ്പടി തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായിട്ടാണ് അവിടെ എല്ലായിടത്തും സക്സസ്, വിജയമാണ് കാണുവാൻ സാധിക്കുന്നത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ ഡോക്ടർ ജോർജിൻ്റെ ലൈഫിൽ. പിന്നീടുണ്ടായിരുന്നത് ഒരിച്ചിരി സ്ലോ ആയി, തീഷ്ണത അല്പം കുറയുകയും പിന്നീടുണ്ടായിരുന്ന ഒരു MRCS എക്സാമാണ്. അതായത് മെമ്പർ ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസിൽ അത് UK ആ പേപ്പർ പാസ്സാവണം, സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ അതിൽ പാർട്ട് A പാർട്ട് B ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് പഴയ തീഷ്ണതയിൽ നിന്ന് ഇച്ചിരി വ്യതിചലിച്ചു. അങ്ങനെ പാർട്ട് 1 എക്സാം, അതായത് തിയറി എക്സാം 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്ത് 3ാമത്തെ പ്രാവശ്യമാണ് അത് ക്ലിയർ ആവാൻ സാധിച്ചത്. പക്ഷേങ്കിൽ പാർട്ട് B പ്രാക്ടിക്കൽ എക്സാം അത് ഭയങ്കര ലിറ്റിൽ ഡിഫിക്കൽട്ടാണ്. പക്ഷേങ്കിൽ അത് പെട്ടെന്ന് കവറപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം 3rd അറ്റംപ്റ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് പാർട്ട് Aയിൽ തിയറി എക്സാമിൽ 3ാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ പഴയ തീഷ്ണതയിലേക്ക് തിരിച്ചു വരികയാണ്.
ഡോക്ടറിന് തന്നെ ഒരു എന്താ പറഞ്ഞ ഒരു കോൺഷ്യസായി, അതായത് ഐ നീഡ് ടു റിട്ടേൺ ബാക്ക് ടു മൈ സ്പിരിച്വൽ ലൈഫ്. അങ്ങനെ അത് തന്നെ പുതുക്കി ഒരു തീഷ്ണതയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ 2 അറ്റംപ്റ്റിന് ശേഷം ബാക്കിയുള്ള എല്ലാ എക്സാമും, അതായത് തിയറിയുടെ 3rd അറ്റംപ്റ്റും പിന്നെ പ്രാക്ടിക്കൽ വെരി ഡിഫിക്കൽട്ടാണ്, അതുമെല്ലാം ക്ലിയർ ആക്കാൻ സാധിച്ചു. ഇവിടെയെല്ലാം ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ മെമ്പേഴ്സ് ഓഫ് റോയൽ കോളേജ് ഓഫ് സർജൻസിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ആ സാന്നിധ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡോക്ടറിൻ്റെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ MBBS ഫൈനൽ എക്സാം ആയപ്പോൾ തന്നെ അമ്മ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ നീ ഉടമ്പടി എടുക്കുക. സാധാരണ പല കുട്ടികളും ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പഠനത്തിൻ്റെ കൂടെ അമ്മമാർ പറയും, എൻ്റെ കുട്ടിക്ക് സമയമില്ല, MBBS പഠനവും കൂടി ഈ ഉടമ്പടിയും കൂടെ നടത്തുവാൻ സാധിക്കില്ല എന്ന്. പക്ഷെങ്കിൽ ഇവിടെ MBBS ഉടമ്പടിയും കൂടെ മുന്നോട്ട് നയിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ എക്സാമുകളെല്ലാം, അതായത് IELTS പ്ലാബ് എക്സാമും MRC എക്സാമും എല്ലാം പടിപടിയായിട്ട് ജോലി സഹിതം എല്ലാം ഈശോയും അമ്മയും കൂടെ ഏറ്റെടുക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണാൻ സാധിക്കുന്നത്. ആ ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും എവിടെ പോയാലും അവരുടെ ജീവിതത്തിൽ ചിറകടിച്ച് പറക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനം. ബീങ് എ ഡോക്ടർ, ഈ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ പേപ്പർ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വളരെ ഒത്തിരി പേരും അത് ചെയ്യാൻ സാധ്യത കുറവാണ്. പക്ഷെങ്കിൽ ഈ ഡോക്ടർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൃപാസനം പത്രം കൊടുക്കുകയും കാരുണ്യ പ്രവർത്തികളായിട്ട് ജപ്തിയായിട്ടുള്ള വീടുകാരെ സഹായിക്കുകയും ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതൊക്കെ ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയാണ്. സച്ച് എ യങ് ഏജിൽ ആത്മീയമായിട്ട് വളരുവാൻ സാധിക്കുക എന്ന് പറയും. ഈശോടമ്പടി ചേർന്ന് നിന്ന് 12 പ്രാവശ്യം പുതുക്കി ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്ന ഒരു മകനാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ കൂടുതൽ, കാരണം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് UK അവിടെ കുർബാനയില്ലാന്ന്. പക്ഷേ ഈ സഹോദരന് ഒരു പ്രീസ്റ്റിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും ആ പ്രീസ്റ്റിൻ്റെ കൂടെ പ്രൈവറ്റ് കുർബാനയിൽ പങ്കെടുക്കാൻ ചെയ്യുകയൊക്കെ പറഞ്ഞാൽ ഒരാത്മീയതയിലുള്ള ഒരു നല്ലൊരു വളർച്ചയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെയും അമ്മയുടെയും ആ സാന്നിധ്യവും ജീവിതത്തിലുണ്ടാകുന്ന, കാരണം എന്താ വെച്ചാൽ ഉടമ്പടി തീഷ്ണതയോടെ ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈശോയുടെ അമ്മയുടെ അടുക്കുവാനും ആ തീഷ്ണതയിൽ ജീവിക്കുവാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടറുടെ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും എവിടെ പോയാലും എന്തിനു പോയാലും എല്ലായിടത്തും ഈശോയും അമ്മയുടെയും കൂടെയാണ് കൊണ്ടുപോകുന്നത്. ആ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉറപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാം കേട്ട വചനത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തളരാതെ ക്ഷീണിക്കാതെ ശക്തിയോടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാനും ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ആ തളരാത്ത ദൈവത്തിൻ്റെ ആ സാന്നിധ്യമാണ് ഡോക്ടറിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും ഓർക്കാം, മനുഷ്യശക്തി തളരുമ്പോൾ ദൈവശക്തി നമ്മെ ഉയർത്തുമെന്നും കൃപാസനം അമ്മയുടെ കൂടെ സന്തോഷത്തോടെ ഉടമ്പടി ആത്മാർത്ഥമായി ജീവിക്കുമ്പോൾ നമ്മളും ഓടിയാലും ക്ഷീണിക്കാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഡോക്ടർ ജോർജിനും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹം. പരിശുദ്ധ മാതാവിൻ്റെ മലഹൃദയത്തിൻ്റെ സഭയിലെ ഒരു അംഗമാണ് ഞാൻ. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമാക്കുലർ ഹാർട്ട് ഓഫ് മേരി, കൊല്ലം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ സഹോദരിമാരിൽ നിന്ന് തന്നെയാണ്. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വിവരിച്ചു കേട്ടു ദൈവത്തിന് നന്ദി പറഞ്ഞ് 2024 മെയ് മാസം അവസാനം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ വർക്ക് ചെയ്യുന്നത് USA ഉടമ്പടി പത്രവും ബാക്കി തിരികൾ, തൈലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ദൈവത്തിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപയും അനുഗ്രഹങ്ങളും ഒഴുകുന്ന ഈ വിശുദ്ധമായ സ്ഥലത്ത് വന്നു നിന്ന് സാക്ഷ്യപ്പെടുത്തുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചതിന് ഈശോ മാതാവ് വഴി ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരു വചനം ഇന്നെനിക്ക് കിട്ടിയത്, ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ
അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:8-9. എനിക്ക് വ്യക്തിപരമായി ലഭിച്ച അനുഗ്രഹം ആദ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. 10-30 വർഷത്തോളം ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്തു. അപ്പോഴേ USA ഇപ്പോൾ ആയിരിക്കുമ്പോഴേക്കും പാസ്റ്റർ കെയർ, അതായത് രോഗികളായി മരിക്കാറായി കിടക്കുന്ന സഹോദരങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുക, അവരെ ആശ്വസിപ്പിക്കുക. അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ അപകടത്തിലോ മറ്റ് ധാരണാവസ്ഥയിൽ കടന്നു വരുന്ന മക്കളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുക, ആശ്വസിപ്പിക്കുക, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ആശ്വസിപ്പിക്കുക. അങ്ങനെയുള്ളൊരു ജോലിയെക്കുറിച്ച് ഞാൻ കേട്ടു. അത് എൻ്റെ മദർ ജനറലിനോട് ഞാൻ പറയുകയും മദർ എനിക്ക് അനുവാദം തരികയും ചെയ്തു. ആ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ എൻ്റെ സഭാധികാരികൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അവിടെ ചെന്ന് എഡ്യൂക്കേഷനിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ചലഞ്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, വേണോ വേണ്ടായോ. ആദ്യത്തെ ഒരു കോഴ്സിന് ചെന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാണെങ്കിൽ അമ്മേ മാതാവേ എനിക്കിതിൻ്റെ ഒരു അടയാളം കാണിച്ചു തരണം. അങ്ങനെ ഞാൻ ചെന്നു. ആദ്യമേ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ആരെങ്കിലും ചാര കളറിലുള്ളൊരു ഷർട്ട് ഇടുകയോ ഏതെങ്കിലും ഈ ഒരു നിറത്തിൽ, അമ്മയുടെ വസ്ത്രത്തിൻ്റെ നിറത്തിൽ എന്തെങ്കിലും ഒരടയാളം എനിക്കവിടെ കാണണം. അങ്ങനെ ഞാൻ കയറി ചെന്നു. ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു ഓവർകോട്ട് അവർ തരും. ആ കോട്ട് ഞാൻ സ്വീകരിച്ചത് മാതാവിൻ്റെ കളറിൻ്റെ നിറത്തിൽ, ആ കളറായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുമ്പം ഈ ചാര കളറൊക്കെ ഇട്ട് മാതാവിനെ എൻ്റെ മനസ്സിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു 3 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സാണ് റെസിഡൻസി കോഴ്സ് ചെയ്യുക എന്നുള്ളത്. അത് ഒരുപാട് സ്ഥലത്തു നിന്നും ആപ്ലിക്കേഷൻ വരും ഹോസ്പിറ്റലിൽ. നമുക്കത് കിട്ടണമെന്നില്ല. അമേരിക്കൻസാണ് കൂടുതലും. ഞാൻ പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാതാവിൻ്റെ ഒരു തരി ഉപ്പ് എടുത്ത് കൈപ്പിടിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന 4 പേരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. ആ ഉപ്പ് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ടേബിളിലിട്ടു, പ്രാർത്ഥിച്ചു. പിന്നെ ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യങ്ങൾക്കെല്ലാം നന്നായിട്ട് ഉത്തരം പറയാനായിട്ട് മാതാവ് സഹായിച്ചു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഇമെയിൽ വന്നു. എൻ്റെ റെസിഡൻസി അവർ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടുന്ന് തിരിച്ച് അടുത്ത ആഴ്ച പോകുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും എന്ന് ദൈവകരുണയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്ന ഈ ഒരു വലിയ അനുഗ്രഹത്തിന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ അച്ഛനാണ്. അച്ഛനും അവിടെ USA ഞങ്ങൾ ഒരു ഡയസിസിൽ തന്നെ. അപ്പോഴച്ഛൻ 2-3 പള്ളികളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഇപ്പം വേറൊരു പള്ളിയിലേക്ക് പോയി, ട്രാൻസ്ഫറായി. അവിടെ ചെന്നപ്പോൾ അവിടെ അവർക്ക് സെക്രട്ടറിമാരുണ്ടല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട്. അപ്പം ഇവർ 24 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആ ഓഫീസിൽ ഒരുപാട് അച്ഛന്മാർ ആ ഓഫീസിലൂടെ പള്ളിയിൽ ഇടവകയിൽ കടന്നു പോയി. അച്ഛൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻസ് അല്ലേ, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അച്ഛൻ അവിടെ ഇച്ചിരി അധികം ബുദ്ധിമുട്ടുണ്ടായി. അച്ഛൻ്റെ ജോലികൾ മുന്നോട്ട് പോകാനായിട്ട് വളരെ ഇച്ചിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായി. സ്ട്രഗിളായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ഉപ്പ് കൊണ്ടുപോയി അച്ഛൻ്റെ റെക്ടറിയിലെ 4 ഇറ്റും വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ മാതാവിൻ്റെ ഒരു രൂപം അവിടെ കൊണ്ടുപോയി അച്ഛൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മാതാവിനെ നോക്കി നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മാതാവ് അത്ഭുതം ചെയ്യും, ഉറപ്പാണ്. അങ്ങനെ ഒരു വിശ്വാസം അച്ഛന് കൊടുത്തു. അച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആരും പറയാതെ തന്നെ ഈ വ്യക്തി റെസിഗ്നേഷൻ എഴുതി കൊടുത്തു, റിസൈൻ ചെയ്യുകയാണ്, അവിടെ നിന്ന് പോവുകയാണ്. പുള്ളിക്ക് വേറൊരു ജോലി കിട്ടി. അങ്ങനെ പോയി. അപ്പോൾ ഈ വ്യക്തി മാത്രമല്ലായിരുന്നു ആ സ്കൂളിൽ, അവിടെ സ്കൂളുണ്ട്, സ്കൂളിലെ പ്രിൻസിപ്പളും അതേ ഒരു മനോഭാവത്തോടു കൂടിയായിരുന്നു. പക്ഷേ മാതാവെല്ലാം ക്രമീകരിച്ചു. ആ വ്യക്തിയും റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് പോയി. അത്ഭുതമെന്നേ പറയത്തുള്ളൂ. ആ ഓഫീസിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു?
അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം നമുക്ക് വേണ്ടി ഇന്ത്യയല്ല, നമ്മുടെ വീടല്ല, ഇന്ത്യയല്ല, അമേരിക്കയല്ല, ലോകത്തിലെവിടെയും പരിശുദ്ധ അമ്മ കടന്നു വന്ന്, സഞ്ചാരി മാതാവ് കടന്നു വന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ ഒരു വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ ആണ്. ഞാൻ 2024 സാക്ഷ്യം എടുത്തുകൊണ്ട് പോയി, ഉടമ്പടി എടുത്തിട്ട് പോയി, USA തിരിച്ചു പോയി. ഒരു 3 മാസം 90 ദിവസം ആകുന്നതിന് മുൻപേ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് അമ്മയ്ക്കൊരു അറ്റാക്ക് വന്നു, അമ്മ ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആണ്. അപ്പോഴും നമുക്ക് അവിടെ നിന്നുകൊണ്ട് വീഡിയോയിലൂടെയൊക്കെ കാണാനല്ലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഉടമ്പടി എടുത്തിട്ട് 90 ദിവസം ആയിട്ടില്ല, ഇത് മാതാവിൻ്റെ ഒരു സാക്ഷ്യത്തിന് വേണ്ടി മാതാവ് ഇത് ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിൽ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഫോണിൽ എനിക്ക് അമ്മയെ കാണാൻ പറ്റും, ക്യാമറയിലൂടെ കാണാം, അല്ലെങ്കിൽ വീഡിയോ വിളിച്ച് അമ്മയുടെ കൊടുത്തിട്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു, തൈലം എടുത്ത് അമ്മയുടെ നെറ്റിക്ക് ഞാൻ ഈ ഫോണിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി. അങ്ങനെ വേറൊരു കാര്യം കൂടെ ചെയ്തു. ഞാൻ തിരിച്ച് അമ്മയ്ക്ക് സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിവിടെ വന്നതിൻ്റെ പിറ്റേന്നാണ് ഇവിടെ ജപമാല റാലി നടക്കുന്നത്. അമ്മയെ എടുത്ത് വീട്ടിൽ ബാഗെല്ലാം വെച്ച് അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്തുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ജപമാല റാലിക്ക് ഇറങ്ങി. എന്തായാലും വരട്ടെ, റാലിക്ക് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ജപമാലയിൽ പങ്കെടുത്തു. എൻ്റെ കയ്യിലിരുന്ന നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന മാതാവിൻ്റെ മെഡൽ അമ്മയുടെ കഴുത്തിലിട്ട് കൊടുത്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായപ്പോൾ അമ്മ ഇങ്ങനെ ഒരു മാതിരി കോമ സ്റ്റേജിലാണ്. എന്ന് വെച്ചാൽ നമ്മളെ ആരെയും അറിയത്തില്ല, സംസാരിക്കത്തില്ല, ഭക്ഷണം ട്യൂബിലൂടെ, അങ്ങനെ ഓർമ്മയില്ല, ഒന്നുമില്ല, ഞാൻ ആരാന്ന് ചോദിച്ചാൽ പറയത്തില്ല. അങ്ങനൊരു അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് എൻ്റെ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഞാൻ മൊബൈലിങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ നല്ല ബെറ്ററായി. അമ്മ സംസാരിക്കാൻ തുടങ്ങി. അമ്മ ആഹാരം ട്യൂബിലല്ലാതെ തന്നെ കഴിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഓർമ്മയുണ്ട്, കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്, നന്നായിട്ട് സംസാരിക്കും. അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അമ്മ ബെഡിലാണ്. അങ്ങനെ എങ്കിലും ആ ഒരു നല്ലൊരു നോർമൽ സ്റ്റേജിലേക്ക് അമ്മ കടന്നു വന്ന്. അത് ഈ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. നമ്മൾ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണയും വിശ്വാസത്തോടു കൂടി തന്നെ അങ്ങ് ചൊല്ലുമ്പോഴത്തേക്കും മാതാവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന മാതാവ് ഇവിടെ കേട്ടു. അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരി ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും ഉടമ്പടി എടുത്ത്, പലരും ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു വലിയ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സന്തോഷത്തോടെ ആ സാക്ഷ്യം പറയുകയാണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളിലേക്ക് വർഷിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ്താൽ, ഞാൻ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് പത്രം അങ്ങ് കൊണ്ടുപോയി. അത് ഞാൻ പ്രഷ്യസായിട്ട് കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അമേരിക്കൻസ് ആരെങ്കിലും നമ്മുടെയൊക്കെ പ്രാർത്ഥന ചോദിക്കുമ്പോൾ എന്തെങ്കിലും രോഗമാണ്, പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഈ പത്രം ഞാൻ അവരെ കൊടുത്തിട്ട് ഞാൻ പറയും, ഇത് മൊത്തം വായിക്കണം, വിശ്വാസത്തോടെ വായിക്കണം, വിശ്വസിക്കണം. ഇതേപോലെ ഞങ്ങളുടെ നാട്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ പലരും ഈ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി മാതാവിനെ സാക്ഷ്യപ്പെടുത്തുന്നു അവിടെ. പിന്നെ ഓൺലൈനിലൂടെ അവർക്ക് ഇംഗ്ലീഷ് ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുത്ത് അവരെ കൊണ്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുപ്പിക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ രോഗികളെ സന്ദർശിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും പാവങ്ങളെ സഹായിക്കാനും, പ്രത്യേകിച്ച് ഇച്ചിരി എന്തെങ്കിലും പോക്കറ്റ് മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പാവങ്ങളെ, രോഗികൾക്ക് പ്രത്യേകമായിട്ടും രോഗികളെയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാനായിട്ട് ചിലവഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ജോലി ഈ ഏറ്റവും ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലുള്ള മക്കളെ ആശ്വസിപ്പിക്കുക, സഹായിക്കുക എന്നുള്ള ജോലി. അതെനിക്കൊത്തിരി സന്തോഷം തോന്നുന്നുണ്ടത്. അവിടെ ചെന്ന് എനിക്ക് കിട്ടി. സേവനം ചെയ്യാൻ മാതാവിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ആത്മീയ ജീവിതം അറിയാമല്ലോ, ഞാനൊരു സിസ്റ്ററാണ്. എല്ലാ ദിവസവും ദിവ്യബലി
ജപമാല, കമ്മ്യൂണിറ്റി പ്രാർത്ഥന, കുമ്പസാരം എല്ലാ കാര്യങ്ങളും മുറപോലെ നടന്നു പോകുന്നു, അതിൽ വളരുന്നു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോൺസെൻട്രേറ്റഡാണ്, ഈശോയ്ക്ക് നമ്മൾ സമർപ്പിതരാണ് മാതാവ് വഴി. എങ്കിലും ഉടമ്പടിയിലെ നിബന്ധനകൾ നമ്മൾ വായിക്കും തോറും നമ്മളൊന്നും കൂടെ പുതുക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി വിശ്വസ്തമായിട്ട്, കുറച്ചുകൂടി ആത്മീയമായിട്ട് വളരണം. നമ്മളാരും പരിപൂർണരല്ലല്ലോ. ഇത് നമുക്ക് ഉടമ്പടി നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. കുറച്ചുകൂടി വളരണം, കുറച്ചുകൂടി ആത്മീയയിൽ വളരണം, ദൈവത്തിന് സാക്ഷിയാകണം എന്ന് നമ്മുടെ ഈ ഉടമ്പടി സഹായിക്കുന്നുണ്ട്. മാതാവ് വഴി ഈശോ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 Corinthians chapter 12 verse 9. നമ്മുടെ ഓരോ വഴികളിലും അടഞ്ഞ വഴികൾ തുറന്നു നൽകുകയും തുറന്ന വഴികൾ അടച്ചു വഴി തരികയും തരുന്ന ഒരമ്മയാണ് സഞ്ചാരി മാതാവ്. പ്രാർത്ഥിക്കുന്ന എന്ത് കേൾക്കുന്ന ഒരമ്മ, കൃപാസന അമ്മ. ദൈവം ലോകത്തിന് നൽകിയ ഒരമ്മയാണ് കൃപാസന അമ്മ. കൊച്ചുമക്കൾ അമ്മയോട് പറയുന്നത് പോലെ തന്നെയാണ് ഓരോ കാര്യവും അമ്മയോട് ചെന്ന് പറയുമ്പോൾ അമ്മ ഏറ്റെടുത്ത് നടത്തുകയാണ്. അങ്ങനെ ആ കാര്യവും അമ്മയുടെ ഇടപെടലിലൂടെ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അമ്മയുടെ കാര്യമാണ്, സ്വന്തം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതും ജപമാല റാലിക്ക് വരികയും അറ്റൻഡ് ചെയ്ത് പോവുകയും പിന്നീട് അമ്മയെ മൊബൈലിൽ വീഡിയോ കോളിൽ വിളിച്ചിട്ട് മൊബൈലിൽ അമ്മയുടെ നെറ്റിയിൽ സിസ്റ്റർ തൈലം തേച്ച് USA നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്നുള്ള അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയും അമ്മ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തത്. സിസ്റ്ററുടെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ പത്രം കൊണ്ടുപോയി USA കൊണ്ടുപോയി അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീക്ഷ്ണത, പത്രം കൊണ്ട് മറ്റുള്ളവർക്ക് സ്വന്തം അനുഭവം എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തുകൊണ്ടാണ് വിശ്വാസത്തോടെ വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മയെ പറ്റി, ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ കൃപാസനം അമ്മയെപ്പറ്റി പറഞ്ഞാണ് സിസ്റ്റർ പത്രം കൊടുക്കുന്നത്. കാരുണ്യ പ്രവർത്തികളും ജീവിതത്തിലെ അന്ത്യയാത്രയ്ക്കുള്ള ആ യാത്ര സമയത്ത് ആ അവസാന നിമിഷങ്ങളിൽ സഹായിക്കാനുള്ള ആ സന്നദ്ധ സിസ്റ്ററിന് കാട്ടിയ, അത് ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത ആ സമയത്ത് സിസ്റ്റർ അവരുടെ കൂടെ നിന്ന് അവരോട് ദൈവത്തെപ്പറ്റി പറയുവാനും അവരെ നല്ല രീതിയിൽ ഒരു നിത്യതയിലേക്ക് നയിക്കുവാനുള്ള ആ കൃപ സിസ്റ്ററിന് ലഭിക്കുകയും അങ്ങനെ ഒരു ഫീൽഡ്, അതായത് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാനായിട്ട് ഈശോയും അമ്മയും സിസ്റ്ററിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഡെഡിക്കേറ്റഡ്, ഓൾറെഡി വി ആർ കോൺസെൻട്രേറ്റഡ് ആണ്, പക്ഷെങ്കിൽ ഉടമ്പടി വഴി വി ആർ മോർ കോൺസെൻട്രേറ്റഡ്, മോർ ഡെഡിക്കേറ്റഡ്, മോർ ലവിങ്. അതുപോലെ തന്നെ ഈ സിസ്റ്റർ കൂടുതൽ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ ഒരു ഉണർവോട് കൂടി സ്പിരിച്വൽ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ഉണർവാണ്, ഒരു പുതിയ ന്യൂനെസ്, ഒരു റിന്യൂവലാണ് സിസ്റ്ററിന് ലഭിച്ചത്. ആ റിന്യൂവലോട് കൂടിയാണ്, ആ പുത്തൻ ആത്മീയതയിലൂടെയാണ് സിസ്റ്റർ സഞ്ചരിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് എല്ലാവരും കോൺസെൻട്രേറ്റാണ്, വി ആർ കോൺസെൻട്രേറ്റഡ് പീപ്പിൾ, ബട്ട് ദെൻ ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. ഇറ്റ്സ് എ renewal period when we are in Udambadi. So during the Udambadi time we are more spiritually renewed, and with this spirit sister പുതിയ ജോലിക്കായിട്ട് പോവുകയാണ്. We wish sister all the best and we continue to pray for you. ആൻഡ് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും സിസ്റ്ററിൻ്റെ കൂടെ നിന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച എല്ലാ കാട്ടൂർ സെയിൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോൾ +2 പഠിച്ചിരുന്ന സമയത്ത് അവളൊരു റോവിംഗ് പ്ലെയറാണ്. അപ്പോൾ +2 പഠിച്ചിരുന്ന സമയത്ത് കൃത്യമായി സ്കൂളിൽ പോകാൻ പറ്റാതിരുന്നതിനാൽ ഒരുപാട് ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ട്. പരീക്ഷാ സമയത്ത് അവൾ കോമ്പറ്റീഷനുമായി മഹാരാഷ്ട്രയിലായിരുന്നു. പരീക്ഷയുടെ 2 ദിവസം മുന്നെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷയായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാം. അപ്പം ഞാനിവിടെ പറ്റയായത് കാരണം നേരത്തെ വന്ന് ക്യൂവിൽ നിന്ന്, കൊച്ചു ഹോസ്റ്റൽ ആലപ്പുഴ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് നിയമം വീട്ടിൽ വിടുകയില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, ഒന്ന് മാതാവിൻ്റെ അനുഗ്രഹം മേടിക്കണമെന്ന് മാഡത്തിനോട് പറഞ്ഞത് കാരണം മാഡം 2 മണി വരെ സമയം പറഞ്ഞ് 2 മണിക്ക് തിരിച്ച് ചെല്ലണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ വേഗത്തിലാകാമെന്ന് കരുതി ഇവിടെ വന്ന് ക്യൂ നിന്ന് ഫസ്റ്റ് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ പ്രദേശം പറഞ്ഞ് ഹോൾ ടിക്കറ്റ് കാണിക്കാതെ ഇത് ടോക്കൺ തരാൻ പറ്റത്തില്ല, മോള് തന്നെ വരണമെന്ന്. വീണ്ടും ഞാൻ പോയി ബാക്കിൽ നിന്ന് നിര ഫ്രണ്ടിൽ വന്ന്, അപ്പോഴും കൊച്ചു വന്നിട്ടില്ല. 3-ാം പ്രാവശ്യവും ഞാൻ ഇതുപോലെ ബാക്കിൽ നിന്ന് ക്യൂ നിന്ന് ഫ്രണ്ടിൽ വന്ന സമയത്ത് ഇവൾ 11:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി.
പക്ഷേ അപ്പോൾ അധികം പിള്ളേരുണ്ടായിരുന്ന കാരണം അത്രയും പിള്ളേർക്ക് ടോക്കൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇനി അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് ടോക്കൺ തരാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സമയം അങ്ങ് കടന്നു പോകുന്നു, 12 മണിയൊക്കെ ആകുന്നു. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പിള്ളേരായപ്പോഴത്തേക്ക് ബ്രദർമാർ ടോക്കൺ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ഒരു 100 സംതിങ് ടോക്കൺ നമ്പർ കിട്ടി. അപ്പം ഞങ്ങൾ ഇവിടെ അൾത്താരെ വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ എല്ലാ പിള്ളേരെയും നിർത്തി ഇങ്ങനെ ബ്ലെസ് ചെയ്ത് വിടുന്നു. ഞങ്ങൾ കയറാനായിട്ട് അങ്ങ് ആയപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് ഇനിയൊരു കാര്യം ചെയ്യും, 1 മണി 1:30 അപ്പോൾ ഇനി നിൽക്കുന്ന കുട്ടികൾ ചോറൊക്കെ കഴിച്ചിട്ട് സമാധാനത്തിൽ വന്നാൽ മതി, എല്ലാവർക്കും അച്ഛൻ അനുഗ്രഹം തന്നേ വിടത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് സമയം 1:30 ഇവൾക്ക് തിരിച്ച് ഹോസ്റ്റലിൽ പോകണം. എനിക്കും ആകെപ്പാടെ സങ്കടമായി, കാരണം അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയില്ലല്ല. എന്നാലും ഞാൻ പറഞ്ഞു ഏതായാലും മാഡത്തിന് വഴക്ക് കേൾക്കണ്ട, തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. പിന്നെ അക്കാദമിയിലോട്ട് തിരിച്ചു പോയ ശേഷം പരീക്ഷയായപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം കൊച്ചു കൊണ്ടുപോകണമെന്ന്. കൊച്ചിൻ്റെ കയ്യിൽ ഓൾറെഡി അത് ഉണ്ട് താനും. പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു പരീക്ഷ ഹാളിൽ വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കിയിട്ട് പറയണം, പരീക്ഷയുടെ കാര്യം കൊച്ചു തന്നെ പറയും. എൻ്റെ പേര് അന്ന ഹെലൻ ജോസഫ്. അമ്മ പറഞ്ഞതുപോലെ പരീക്ഷയുടെ തലേ ദിവസം ആണ് ഞാൻ കോമ്പറ്റീഷൻ കഴിഞ്ഞ് എത്തിയത്. അപ്പോഴത്തെ സീനിയർ നാഷണൽ റോവിങ് ചാമ്പ്യൻഷിപ്പ്, ഞാനൊരു റോവിങ് പ്ലെയറാണ്. അപ്പോഴത്തേക്ക് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞാൻ തലേ ദിവസമാണ് പരീക്ഷയ്ക്ക് എത്തിയത്. അപ്പോൾ ഒന്നും പഠിച്ചിട്ടുമില്ല, അതിൻ്റേതായ നല്ല ടെൻഷനും ഉണ്ട്. ഇവിടെ വന്നിട്ടാണെങ്കിൽ മാതാവിൻ്റെ ഇടയ്ക്ക് അച്ഛനെയും കാണാൻ പറ്റിയില്ല. ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ 43rd സീനിയർ നാഷണലാണ്. അപ്പോഴത്തേക്ക് റോവിങ് എന്നാണ് എൻ്റെ കോമ്പറ്റീഷൻ്റെ, തുഴച്ചിലാണ് ഈ റോവിങ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഒരുപാട് സംസ്ഥാനത്തു നിന്നുള്ള ടീമുണ്ട് എൻ്റെ കൂടെ കളിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നേരെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും എനിക്കൊരു പാർട്ട്ണറുണ്ട്. ഞാൻ ഡബിളാണ് ചെയ്യുന്നത്, 2 പേരുള്ളതാണ്. അപ്പോഴത്തേക്ക് എനിക്കൊരു പാർട്ട്ണറുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ചെയ്യുമ്പോഴാണെങ്കിലും ട്രെയിനിങ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾക്കൊന്നും കോർഡിനേഷനോ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല പരസ്പരം. ആദ്യം ഒരാഴ്ചത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ ഞങ്ങൾക്ക്, കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് നേരെ ചാമ്പ്യൻഷിപ്പിന് പോകണം. അവിടെ തന്നെ 2 ദിവസം എടുക്കും. അപ്പോഴത്തേക്ക് അതിനേക്കാളും 2 ദിവസം മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് ചെല്ലും. അപ്പോൾ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങേ ഇവിടെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ ഒപ്പം ചേച്ചിയോട് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ മുമ്പിലാണ് ചേച്ചി, ഞങ്ങൾ പുറകിലോട്ടാണ് തുഴയുന്നത്. അപ്പോഴത്തേക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുടെ കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോയി ഓരോ കോർഡിനേഷനിൽ വരാനായിട്ട്. അപ്പോഴത്തേക്ക് എത്ര ചെയ്തിട്ടാണേലും കോർഡിനേഷൻ കിട്ടുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ കോർഡിനേഷൻ കിട്ടാത്ത, ഇങ്ങനെ പോയാൽ നമുക്ക് എങ്ങനെ മെഡൽ കിട്ടും, നീ എൻ്റെ ഒപ്പം ഇടുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ചേച്ചി അത് കുഴപ്പമില്ല, എങ്ങനെ വന്നാൽ ആ സമയത്ത് നമുക്ക് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇവിടുന്ന് ഒരാഴ്ചത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പൂനെക്ക് ചെന്ന് ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് ഹീറ്റ്സ് ട്രയലാണ്, നമുക്ക് ജസ്റ്റ് നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ട്രയലാണ് ഫസ്റ്റ് ദിവസം. പിന്നെ പിറ്റേ ദിവസം തൊട്ട് മത്സരം തുടങ്ങുവാണ്. അങ്ങനെ 2ാമത്തെ ദിവസം ചെന്നു, മത്സരം തുടങ്ങി. അപ്പോൾ നമുക്ക് ടീമൊക്കെ അറിഞ്ഞു. നമ്മളങ്ങനെ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെന്നപ്പോഴാണ് എന്നുമില്ലാത്ത ഓളവും കാറ്റും. അപ്പോൾ പിന്നെ ടെൻഷനായി, കാരണം കാറ്റുണ്ട്, ഓളമുണ്ട്. ഞങ്ങൾക്ക് 2 കിലോമീറ്ററാണ് റേസ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കെന്ന് വെച്ചാൽ കാറ്റ് ഓളമുണ്ട്. അതിന് മുമ്പത്തേക്കാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ എപ്പോഴും മത്സരത്തിനായാലും പരീക്ഷക്കായാലും ട്രെയിനിങ്ങിന് പോയാലും ഞാൻ എപ്പോഴും മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. മാതാവിൻ്റെ ഉപ്പും എണ്ണയും ഞാൻ കഴിച്ചു. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്ണറിനും മാതാവിൻ്റെ ഉപ്പും തൈലവും പൂശുകയും ഞങ്ങളുടെ ബോട്ടിലും അത് കണക്ക് തന്നെ ഉപ്പും തൈലവും എല്ലാം ഇട്ട് ഞങ്ങൾ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്നതും നേരെ അപ്പോൾ നല്ല ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെള്ളമെന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് വെള്ളം കൊണ്ട് പെട്ടെന്ന് കാറ്റ് പിടിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, ദൈവമേ കാറ്റ് പിടിക്കുന്നുണ്ട്, കാറ്റ് പിടിക്കരുത്, കാരണം കാറ്റ് പിടിച്ച് ഞങ്ങൾ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ടേ വലിക്കത്തുള്ളൂ. അങ്ങനെ നേരെ എന്ത് ചെയ്തു, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെന്ന്. അപ്പം എൻ്റെ ഒരു വിശ്വാസമുണ്ട്, മാതാവിൻ്റെ തൈലവും ഉപ്പും ഞാൻ എടുത്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, മാതാവ് ഉണ്ട് എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റാർട്ട് അടിച്ചതും എന്തറിയില്ല, ഫസ്റ്റത്തെ അടിയിൽ തന്നെ അടിച്ച് കയറ്റി വെച്ചു. പിന്നെ നേരെ 2 കിലോമീറ്റർ നല്ല ലീഡിട്ട് തന്നെ ഞങ്ങൾക്ക് അടിച്ച് ഗോൾഡ് മെഡൽ തന്നെ അമ്മ മാതാവ് തന്ന് എനിക്ക് അനുഗ്രഹിച്ചു. ഇതാണ് എനിക്ക് കിട്ടിയ അമ്മ മാതാവ് അനുഗ്രഹിച്ചു തന്ന എൻ്റെ ഗോൾഡ് മെഡലാണിത്. അതുപോലെ തന്നെ വേറൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇത് കണക്ക് തന്നെ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്നിരുന്ന മത്സരമായിരുന്നത്. അതിലാണ് ഭയങ്കര ടൈറ്റാണ്, കാരണം ഞങ്ങളുടെ കൂടെ ഒപ്പം കളിക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ലെവലിൽ കളിക്കുന്നവരാണ്. അപ്പോഴത്തേക്ക് അവരുടെ ലെവലെന്ന് വെച്ചാൽ നമുക്കറിയില്ല, നമ്മൾ അതിൽ ഇച്ചിരൂടെ താഴെയുള്ളവരാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര ടെൻഷനുള്ള ഒരു വ്യക്തിയാണ്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കറിയില്ല, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മത്സര സമയത്ത് തന്നെ ഇത് കണക്ക്
നേരെ റേസ് ഇറങ്ങുന്നതിന് മുമ്പ് മാതാവിൻ്റെ തൈലവും മാതാവിൻ്റെ ഉപ്പും ചേച്ചിക്കും പൂശിക്കൊടുത്തു. പിന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാർ ഇതുപോലെ തന്നെ എന്നെ കണ്ടിട്ട് അവർക്കും വിശ്വാസം വന്നിട്ടുണ്ട്. അവരെൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എടി എനിക്കും കൂടെ കുറച്ച് ഉപ്പും മാതാവിൻ്റെ തൈലവും പൂശിത്താ. അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കും ഞങ്ങളെൻ്റെ കൂടെയുള്ള എല്ലാവർക്കും, എൻ്റെ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും പൂശിക്കൊടുത്തു. അതേ കണക്ക് തന്നെ ഞാനും ആ മത്സരത്തിന് ഇതുപോലെ തന്നെ ബോട്ടിലും മാതാവിൻ്റെ തൈലവും ഉപ്പും ഇട്ട് എൻ്റെ പാർട്ട്ണറിനും അത് കണക്ക് തന്നെ കൊടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ മാതാവ് 2 ഒരു സിൽവറും അങ്ങനെ ഒരു ഗോൾഡ് മെഡലും തന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. ആ സിൽവർ മെഡൽ എന്ന് വെച്ചാൽ അത് കിട്ടില്ല. കാരണം ഞങ്ങളിങ്ങനെ 3ാമത് കിടക്കുന്ന സമയമാണ്. കാരണം 2 കിലോമീറ്റർ അടിക്കുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചടിച്ച് 3ാമത് എടുക്കുക. ലാസ്റ്റത്തെ 250 മീറ്ററിനും ഞാനല്ല കേട്ടോ, എൻ്റെ കൂടെ നിന്ന ചേച്ചി കൃപാസന മാതാവ് ആ സിൽവർ മെഡൽ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച് വന്നത് ഇവിടം വരെ. ആ മെഡൽ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിന്ന് ചേച്ചി അമ്മയടിക്ക് കരഞ്ഞു പറഞ്ഞു. ഇങ്ങനെ ആ റേസ് അടിക്കുമ്പോൾ തന്നെ ചേച്ചി പറഞ്ഞു, മാതാവ് ഞങ്ങൾക്ക് സിൽവർ വേണം, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, ഞങ്ങൾ ആഗ്രഹിച്ച മെഡൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ആ അവസാനത്തെ 250 മീറ്റർ ചേച്ചി പറഞ്ഞു, മാതാവേ ഞങ്ങൾക്ക് സിൽവർ മതി. അങ്ങനെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ചേച്ചി വിളിച്ച് പറഞ്ഞു, മാതാവേ കൃപാസന മാതാവേ എന്ന് വിളിച്ച് പറഞ്ഞത് നല്ലടിയോടെ ഞങ്ങൾക്ക് ആ സിൽവർ മെഡൽ തന്നെ അമ്മ വന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നുള്ളതെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ തീരെ പഠിക്കില്ല, ഞാൻ പഠിത്തത്തിന് ഭയങ്കര പുറകോട്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ +2ൻ്റെ എക്സാമിൻ്റെ സമയത്താണെങ്കിൽ ഞാൻ അങ്ങനെ കുറേ ക്ലാസ്സൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. കാരണം ഒന്നാമത് എനിക്ക് മെമ്മറി ഞാൻ ഓർക്കത്തില്ല. പിന്നെ കുറേ ക്ലാസ്സും മിസ്സായിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് ഞാൻ പഠിക്കാൻ ഇച്ചിരി കൂടെ പുറകോട്ടാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ അക്കൗണ്ടൻസി പരീക്ഷ കണക്കാണോ എനിക്ക് തീരെ അറിയില്ല. ഞാനപ്പോൾ ഞാനായിട്ട് പറഞ്ഞു, അമ്മ അക്കൗണ്ടൻസി പരീക്ഷ എനിക്ക് തീരെ അറിയില്ല, അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞ് നേരെ എക്സാമിന് പോയി. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടാണ് ഒരു രക്ഷയില്ല. കാരണം ഒന്നും അറിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല, കണക്ക് ചെയ്യാൻ ഒന്നും അറിയില്ല. ടീച്ചർ വരെ പറഞ്ഞു കേട്ടോ, ഞാൻ തോൽക്കും, നീ +2 തോക്കുമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നീ പേടിക്കണ്ട, മാതാവിൻ്റെ ഉപ്പും തൈലും നീ പൂശിക്കൊണ്ട് പോയല്ലേ, നീ എന്തിനു പേടിക്കണം, മാതാവ് പരീക്ഷ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ ചെന്ന് എക്സാം എഴുതി തീർന്ന്. എക്സാം എഴുതിയിട്ട് കോൺഫിഡൻസ് ഇല്ല, തോറ്റെന്ന് തന്നെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞമ്മ തോറ്റമ്മ വിട്ടേക്ക്, നമുക്ക് പിന്നെ എഴുതാമെന്ന് പറഞ്ഞ് തന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ടെൻഷനായി, ദൈവമേ തോറ്റു പോകുക, അതിന് അടുത്ത ഡിഗ്രിക്ക് കയറണം. കാരണം ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡിഗ്രി +2 ജയിച്ചാലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നേരെ വീട്ടിൽ വന്നപ്പോൾ അപ്പം അമ്മ പറഞ്ഞ് പേടിക്കണ്ട, കുഴപ്പമില്ല, മാതാവിൻ്റെ ഇതെല്ലാം ഇതല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട, ടെൻഷൻ ഉണ്ടാകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ +2ൻ്റെ റിസൾട്ട് വന്നതും തോറ്റെന്ന് എഴുതിയ പരീക്ഷയ്ക്കാണ് C+ കിട്ടിയത്. ജയിക്കുമെന്ന് പറഞ്ഞ പരീക്ഷയ്ക്കും കിട്ടിയില്ല. പക്ഷേ തോക്കുമെന്ന് പറഞ്ഞ പരീക്ഷക്കാണ് എൻ്റെ രീതിയിൽ പറഞ്ഞാൽ നല്ല മാർക്കോടെ എനിക്ക് പാസ്സാകാൻ പറ്റിയത്. അത് അമ്മ മാതാവും ഈശോയും കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ ഇങ്ങനെ നിൽക്കാനും അമ്മ മാതാവിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റിയതും എല്ലാം അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കൂടെ ഉള്ളത് കൊണ്ടാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടുന്ന് കൃത്യമായിട്ട് പത്രം കൊണ്ടുപോയി എല്ലാ മാസവും വരും. എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലായിടത്തും കൊടുക്കും. ചില പള്ളികൾ ദൂരെ പോയി പള്ളികളിലും കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം കൊച്ചിനൊരു ആദരവുണ്ടായിരുന്നു. ആദരവിന് ഹസ്ബൻഡ് ചെന്നപ്പോഴത്തേക്ക് ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഇവളുടെ അത്രയും പ്രായം തോന്നിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ പ്രാവശ്യം എന്തെങ്കിലും കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ മോൾക്ക് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോയാൽ നമുക്കറിയത്തില്ല അവർക്ക് കൊടുക്കുന്ന എന്തുവാന്ന്. അപ്പോൾ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 3 ജോഡി ഡ്രസ്സും ഇന്നറും ഒക്കെ ആയിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി ആ മോളുടെ അടുത്ത് ചെന്നപ്പോഴുണ്ട് 17 വയസ്സായെന്ന് പറഞ്ഞു. പക്ഷേ മുട്ടിലെഴഞ്ഞ് നടക്കുക. അപ്പം ഞാൻ ചെന്നപ്പോഴത്തേക്ക് എന്നെ ഇങ്ങ് വല്ലാണ്ട് രൂക്ഷമായിട്ട് നോക്കിയാണ്, എന്നെ പരിചയമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ കാണാൻ വേണ്ടി ആൻറ്റി വന്നേന്ന് പറഞ്ഞു. അപ്പോൾ അകത്തോട്ട് കയറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ മോൾക്ക് സമ്മാനമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്തോ പിടികിട്ടി, പുള്ളിക്കാരി ചിരിച്ചുകൊണ്ട് നേരങ്ങി അങ്ങ് അകത്തോട്ട് കയറി. പിന്നാലെ ഞാനും കയറി. അപ്പോൾ ചെന്നപ്പോൾ തന്നെ സമ്മാനം എന്ന് പറഞ്ഞ കാരണം അത് തുറന്നു നോക്കാനുള്ളൊരു ആഗ്രഹം കാണിച്ചു. അപ്പോൾ തുറന്ന് നോക്കി, അപ്പോൾ ഉടുപ്പാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, എനിക്കാണോ വാങ്ങിച്ചത്? ഞാൻ പറഞ്ഞു, മോക്കാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇപ്പം തന്നെ ഇട്ടോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ അതങ്ങ് ഉടുപ്പിട്ടപ്പോൾ അതിൽ സന്തോഷം നമുക്ക് സന്തോഷം കാണാമായിരുന്നു. കാര്യം അവരുടെ സന്തോഷം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തനം ചെയ്യാറുണ്ട്. എൻ്റെ അടുത്ത് ആരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുവത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കൃത്യമായിട്ട് ഉടമ്പടികൾ പാലിക്കാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ കൂടാറുണ്ട്, കൊന്ത ചൊല്ലാറുണ്ട്, കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്, ദിവസവും പള്ളിയിൽ പോകാറുണ്ട്, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥന മുടക്കത്തില്ല. അത് കൃത്യമായിട്ട് ഞങ്ങൾ 7:30 ആകുമ്പോഴത്തേക്ക് ജപമാല ചൊല്ലും. അത് എല്ലാവരും കൂടി, കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഇരുന്നാണ് ജപമാല ചൊല്ലുന്നത്.
ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ സമയമാകുമ്പോൾ എനിക്ക് സമയമില്ലെങ്കിൽ കൂടി എന്നോട് ചോദിക്കും, മാതാവിൻ്റെ തൈല വിട്ടതാ, മാതാവിൻ്റെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോകാറുള്ളത്. നാവിൽ ഉപ്പും ഇട്ടിട്ടാണ് അവർ പോകാറുള്ളത്. മോള് ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ കൊച്ച് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 പേരും ഉടമ്പടിയിലാണ്. ഞാനിപ്പോൾ 8 പുതുക്കി നിൽക്കുവാണ്. എനിക്ക് ഇപ്പോൾ ഈ മാസം തീരാറാകുമ്പോഴാണ് 9ാമത്തെ പുതുക്കേണ്ടത്. കൃത്യമായിട്ട് വന്ന് ഞാൻ പുതുക്കാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും, ഞങ്ങൾ ഇവിടം വരെ എത്തിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു കോടാനുകൂടി നന്ദി. ഇനി എൻ്റെ ജീവിതം വരെ ഞങ്ങളെപ്പോഴും ഉടമ്പടിയിലായിരിക്കും. കാരണം ഉടമ്പടി ഒരു ദിവസം പോലും ഞാൻ ഉടമ്പടി തീരുന്ന ദിവസം 91ാമത്തെ ദിവസം വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്ന ആളാണ്. കഴിഞ്ഞ മാസമാണ് ഇവിടെ തിരി വായിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞ ഉടമ്പടി കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 2 ദിവസം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ വന്നത്. കൃത്യമായിട്ട് ഞാൻ 91ാമത്തെ ദിവസം അല്ലെങ്കിൽ 92ാമത്തെ ദിവസം ഞാൻ കൃത്യമായിട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിരിക്കും. എന്നും എപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20:5 വചനമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുമ്പോൾ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും. നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് നയിക്കുകയും വിജയത്തിൻ്റെ സാക്ഷിയായി പതാക പാറിക്കുവാനുള്ള ഒരവസരം തുറന്നു തരികയുമാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ഒരുപക്ഷെ പരീക്ഷണങ്ങളാവാം, പരീക്ഷകളാവാം, മത്സരങ്ങളാവാം. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം ദൈവകൃപയാലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി മാറുവാൻ സാധിക്കും. മേരി മൈക്കിൾ എന്ന മകൾ അന്ന ഹെലനും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയതും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ്. ആദ്യമായിട്ട് ഈ മകൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു സഹോദരിയാണ്. 8 പ്രാവശ്യം പുതുക്കി, 1 പ്രാവശ്യം സാക്ഷ്യം പറയുന്നത് 2ാമത്തെ സാക്ഷ്യമാണ്. മകൾ ഒരു റോയിങ് പ്ലെയറാണ്. നാഷണൽ ലെവലിൽ പല പ്രാവശ്യവും മത്സരിച്ചിട്ടുണ്ട്. +2 പരീക്ഷയ്ക്ക് പോകുവാൻ നേരം +2 പരീക്ഷയുടെ പ്രീവിയസ് ഡേ, അതായത് തലേ ദിവസവും മഹാരാഷ്ട്രയിൽ 43rd സീനിയർ നാഷണൽ റോയിങ് ചാമ്പ്യൻഷിപ്പിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ആ ചാമ്പ്യൻഷിപ്പിന് പ്രോഗ്രാമിന് കോമ്പറ്റീഷന് പോയപ്പോഴും ഈ മകൾ പറയുകയുണ്ടായി, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണറുമായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ നല്ല കോർഡിനേഷന് കിട്ടുന്നില്ല. പക്ഷെങ്കിൽ ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ബോട്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കാറ്റും കോളും ഉണ്ടായപ്പോൾ പോലും ആ റേസിൽ ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ്. അങ്ങനെയാണ് ആഗ്രഹിച്ച പ്രകാരം സിൽവർ മെഡൽ ലഭിക്കുകയും മഹാരാഷ്ട്രയിൽ നിന്ന് എക്സാമിൻ്റെ തലേ ദിവസം തിരിച്ചെത്തുകയും ചെയ്തു. പിന്നീട് പരീക്ഷയുടെ ദിവസങ്ങളാണ്. നല്ല പ്രിപ്പറേഷനില്ല, ഒത്തിരി ദിവസം ആബ്സെൻ്റ് ഉണ്ട്. പക്ഷെ അവിടെയെല്ലാം ഈ മകൾക്ക് നല്ല ഉറച്ച വിശ്വാസത്തോടെ അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ 43rd സീനിയർ നാഷണൽ റോയിങ് ചാമ്പ്യൻഷിപ്പിന് പോയപ്പോഴും ഏതോ ഒരു നിമിഷത്തിൽ കൈവിട്ട് പോയി എന്ന് തോന്നിയപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആ പാർട്ട്ണർ പ്രാർത്ഥിച്ചത്, കൃപാസന മാതാവെ രക്ഷിക്കണമേ, സിൽവർ മെഡൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പ്രാർത്ഥിച്ച ഫലമായിട്ട് അവർക്ക് സിൽവർ മെഡൽ കിട്ടുകയും ആ ഓൾറെഡി എക്സ്പീരിയൻസ് ഈ മകൾക്കുണ്ട്. അതിൻ്റെ അനുഭവത്തിലാണ് വീണ്ടും പരീക്ഷയുടെ സമയത്ത് ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച ഉപ്പുമായിട്ടാണ് ഈ മകൾ പരീക്ഷയ്ക്ക് പോകുന്നത്. അവിടെയും ഈ മകൾക്ക് റിസൾട്ട് പാസ്സാകാൻ സാധിച്ചു. ഇവിടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെറിറ്റ് നോക്കിയെങ്കിൽ പഠിക്കുവാനുള്ള സമയം കുറവായിരുന്നു. മെറിറ്റില്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ അത് പാസ്സാകാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്ന കോമ്പറ്റീഷന് ജൂൺ 24 റോവിങ് അണ്ടർ 23, അതായത് ഏഷ്യൻ ഗെയിംസിനുള്ള സെലക്ഷനായിരുന്നു. അവിടെയും
ഈശോയും അമ്മയും വളരെ നല്ല രീതിയിൽ ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എവിടെ പോയാലും കാശ് രൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉടമ്പടി തൈലം തേച്ച് അത് പല പ്രാവശ്യം വീണ്ടും വീണ്ടും ഈ മകൾ ആവർത്തിച്ച് പറഞ്ഞത് ഉടമ്പടി തൈലവും ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പിൻ്റെ കാര്യമാണ്. വീണ്ടും വീണ്ടും എല്ലാ മത്സരത്തിന് പോകുമ്പോഴും എന്ത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഈ മകളുടെ കയ്യിൽ കരുതി വെച്ചത് ഉപ്പും വെഞ്ചരിച്ച കാശുരൂപവും വെഞ്ചരിച്ച ഉപ്പും തൈലവുമാണ്, അതായത് ഉടമ്പടി തൈലം. ആ ടൈം വളരെ ഷോർട്ടായിരുന്നു, കാരണം പ്രാക്ടീസിന് എടുത്ത സമയം ഒരാഴ്ചയാണ്. 2-3 ആഴ്ചയെങ്കിലും വേണം പ്രാക്ടീസിന്. പക്ഷേങ്കിൽ അവിടെയെല്ലാം ഈശോയുടെ അമ്മയുടെയും കൃപ കൊണ്ട് കോർഡിനേഷൻ കിട്ടുന്നില്ലായിരുന്നില്ല. പിന്നീട് അവിടെ കോമ്പറ്റീഷന് പോയപ്പോൾ സ്ട്രെയിറ്റായിട്ട് സ്റ്റാർട്ടിങ് സമയത്ത് ഇറ്റ്സെൽഫ് അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് അവിടെയും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്തോടെയാണ് റോയിങ് അണ്ടർ 23 ഏഷ്യൻ ഗെയിംസിൽ സെലക്ഷനായി ഗോൾഡ് മെഡൽ കിട്ടി. ഈ മകള് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഗോൾഡ് മെഡലും സിൽവർ മെഡലുമായിട്ടും +2 പരീക്ഷയുടെ പാസ്സായ റിസൾട്ടും ആയിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. ഇതെല്ലാം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഈ മകൾ ഉടമ്പടിയിലാണ്. ഉടമ്പടിയിൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളും വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾ ഇന്ന് നല്ല റിസൾട്ടോടു കൂടിയാണ് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 18:27 പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ്. നമ്മൾക്ക് ഓരോ പരിമിതികളുണ്ട്, പക്ഷെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, കൃപയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 പറയുന്ന ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോളെന്നാണ്. എന്ത് തന്നെ യുദ്ധമായാലും മത്സരമായാലും കോമ്പറ്റീഷനായാലും ഇൻ്റർവ്യൂ ആയാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് ആ ദൈവ സാന്നിധ്യത്തിലാണ് നമ്മുടെ ഉറപ്പുള്ളത്. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ കൂടെ ഉണ്ട്. ആ വിശ്വാസത്തിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെയാണ് കാരുണ്യ പ്രവർത്തികളും ആത്മീയ ജീവിതവുമെല്ലാം ഈ കുടുംബം ഹസ്ബൻഡും വൈഫും മക്കളും എല്ലാം ചേർന്ന് നല്ല രീതിയിൽ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കുടുംബമാണ്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം. വിശ്വാസ കൈമാറ്റം ചെയ്തുകൊണ്ട് മക്കൾ കൂടി വിശ്വാസത്തിലേക്ക് ആത്മീയതയിലേക്ക് വളർന്നുകൊണ്ട് പോരാനായിട്ട് ഒരു വഴി തെളിച്ചു കൊടുക്കുകയാണ്. ഈ മകൾ ഉടമ്പടി എടുത്തു. 18 വയസ്സായപ്പോഴേ ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഇതെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും വിശ്വാസ ജീവിതത്തിൽ നിന്ന് മക്കൾക്ക് പകർന്നു കൊടുത്ത ആ വിശ്വാസ കൈമാറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിലെ വിജയം പാറിക്കാനുള്ള ആ സാഹചര്യം ഈശോയും അമ്മയും ഒരുക്കി കൊടുക്കുന്നത്. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തിലും വിജയ പതാക പാറിക്കാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ അപേക്ഷകൾ കൈക്കൊള്ളുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തറിയുവാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മേരി മൈക്കിളിനും അന്ന ഹെല്ലനും കുടുംബത്തിനും അനുജറി, ഞങ്ങൾ പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിൽ നിന്നാണ് വരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി യേശുനാമത്തിൽ ഉയർത്തിയതിന് അമ്മമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ BSc നഴ്സിംഗ് പഠനകാലത്ത് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഞാനിത് 2ാം തവണയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അന്ന് ഇവിടെ പറഞ്ഞിരുന്നു. 2025 മെയ് 26 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ 3rd ഇയറിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് സീനിയേഴ്സും മാംസും എല്ലാവരും പറയുമായിരുന്നു ഡിസ്റ്റിങ്ഷൻ മേടിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള വർഷമാണ് 3rd ഇയർന്ന്. പക്ഷെ അപ്പം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇത് കേൾക്കുമ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഡിസ്റ്റിങ്ഷൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ എന്ന്. പക്ഷേ ഏറ്റവും ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടാൻ മാത്രമുള്ള മെറിറ്റ് ഒന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ റൂമിലുണ്ടായ കൃപാസന മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ ഞാൻ എഴുതി വെച്ചു, മാതാവേ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ അമ്മയുടെ ഹിതം പോലെ എനിക്കത് നടത്തി തന്നാൽ മതിയെന്ന് ഞാൻ അമ്മനോട് എഴുതി പ്രാർത്ഥിച്ചു. അതേപോലെ ഓൺലൈൻ ഉടമ്പടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ടൈമായി, ഡേറ്റൊക്കെ വന്നു എന്നാണ് എക്സാമിന്. പക്ഷേ എനിക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ തുടങ്ങണമെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞ് എന്നെ പഠിപ്പിക്കണം, എന്നിട്ട് ഞാനത് ഉറക്കെ വായിച്ച് പഠിച്ചാലേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെൻ്റെ അമ്മ മാതാവിന് നേരത്തെ അറിയാവുന്നത് കാരണം
എൻ്റെ ഫ്രണ്ട്സിന് എനിക്ക് മലയാളത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തക്ക വിധം മാതാവൻ അത്രത്തോളം ഉയർത്തി. അവരെന്ത് ഡൗട്ട് ചോദിച്ചാലും അതെനിക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ തക്ക വിധം എന്നെ മാതാവ് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ തേർഡ് ഇയറിലെ എക്സാം സമയത്ത് എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ തന്ന ഉടമ്പടി മെഴുകുതിരിയിൽ ഈശോയുടെ തിരുഹൃദയം കണ്ടിട്ടുണ്ട്. അതേപോലെ മുല്ലപ്പൂ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ തേർഡ് ഇയറിലെ എക്സാം റിസൾട്ട് വന്നു. ഞാൻ അമ്മ മാതാവിനോട് എന്താണോ പറഞ്ഞ് പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് തേർഡ് ഇയറിൽ ഡിസ്റ്റിങ്ഷൻ നൽകി എന്നെ അനുഗ്രഹിച്ചു. അതേപോലെ ഫോർത്ത് ഇയറിൽ പഠിക്കുന്ന സമയത്ത് വളരെ ടൈം കുറവായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിരുന്നു എന്തായാലും സിലബസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ആകെ വഴി എൻ്റെ മുന്നിൽ ഞാൻ കണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് പോയേക്കുന്നത്. അതും മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. മാതാവിനോട് കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങളിങ്ങനെ പറഞ്ഞ് ചോദിക്കും, അത് പഠിക്കും, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ 5 പേരാണുള്ളത്. ഞങ്ങൾ 5 പേരും കൈ കോർത്ത് പിടിക്കും. എന്നിട്ട് ആദ്യം തന്നെ വചനങ്ങൾ ചൊല്ലും. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ വചനവും അതേപോലെ വിശ്വാസ പ്രമാണവും ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പഠിക്കാനിരിക്കുന്നത്. അങ്ങനെ ഫോർത്ത് ഇയറിലെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു. ഞങ്ങൾ എപ്പോഴും എക്സാമിന് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അമ്മേനെ വീഡിയോ കോൾ ചെയ്തിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി തിരി കത്തിച്ച് വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് അമ്മ അടയാളമായിട്ട് തിരി വലിയ ആളി ഇങ്ങനെ കത്താറുണ്ട്, അമ്മ അടയാളം തന്ന്. അതേപോലെ എൻ്റെ അമ്മ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കും. അതേപോലെ എൻ്റെ ഫ്രണ്ട്സിനും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് കൊടുക്കാറുണ്ട്. ഞങ്ങൾ എക്സാം സെൻറ്റർ വരെ നടന്നു പോകുന്നത് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് എക്സാം സെൻറ്റർ വരെ നടക്കുന്നത്. അതേപോലെ അവിടെ ചെന്നിട്ടും എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് ആരും ചവിട്ടാത്തൊരിടത്ത് പോയിട്ട് ഉപ്പിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ മാതാവ് ഈ ഒരു എക്സാം ഇനി രണ്ടാമത് ഞങ്ങളെ കൊണ്ട് എഴുതിക്കാൻ ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ എക്സാം സെൻറ്ററിലോട്ട് കയറുന്നത്. അതേപോലെ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഏത് എക്സാമാണോ ഒന്ന് കഴിഞ്ഞത് ആ ബുക്ക് ഉടമ്പടി പത്രത്തിൽ പൊതിഞ്ഞ് ഞങ്ങൾ മാറ്റിവെക്കും. ഈ എക്സാം ഇനി എഴുതിക്കരുതെന്ന് പറഞ്ഞ്. ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ബുക്ക്ലെറ്റിൽ തൈലം പൂശിയും അതുപോലെ ഉടമ്പടി വസ്തുവായ ഉപ്പും ഇട്ടിട്ടാണ് എക്സാം എഴുതാനിരിക്കുന്നത്. അങ്ങനെ ഫോർത്ത് ഇയറിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാം ഉണ്ട്. ആ എക്സാമിന് എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ എനിക്ക് എഴുതാൻ പറ്റുമെന്നോ ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഞാൻ എക്സാമിന് ഇരുന്നു. അമ്മനോട് അപ്പോഴേ പ്രാർത്ഥിച്ചു, എൻ്റെ ഇടത്തും വലത്തും ഈശോയും മാതാവ് ഇരുന്നിട്ട് എൻ്റെ കൈ പിടിച്ചായിരിക്കണം എനിക്ക് എക്സാം എന്നെ എഴുതിപ്പിക്കേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് ആകെ അറിയാവുന്നത് 3 ചോദ്യങ്ങൾ എനിക്ക് അറിയാവുന്നുള്ളൂ. ഇതും കൊണ്ട് എനിക്ക് എന്തായാലും പാസ്സാകാൻ പറ്റത്തില്ല. ഞാൻ ഇതേപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കൈ പിടിച്ച് എഴുതിക്കണം. ഞാൻ എക്സാം എഴുതി കുറച്ചായപ്പോൾ എൻ്റെ കയ്യിലോട്ട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ഉടമ്പടി കാശുരൂപത്തിൻ്റെ അതേ നിറത്തിൽ എൻ്റെ കയ്യിൽ ഇങ്ക് കലർന്നിരിക്കുകയാണ്, പേനയുടെ ഇങ്ക്. അപ്പം തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു, എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൈ പിടിച്ച് എഴുതിച്ചിട്ടുണ്ട്. ഞാൻ ഈ എക്സാം എന്തായാലും തോൽക്കില്ലാതെ എൻ്റെ അമ്മ മാതാവ് പാസ്സാക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇതേപോലെ തന്നെയായിരുന്നു റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിന്. സ്റ്റാറ്റിസ്റ്റിക്സ് 25 മാർക്കിനാണ്. അപ്പോൾ എന്തായാലും ബുക്ക്ലെറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അവിടെ ഞാൻ കാണിച്ചത് ബാക്കിൽ നിന്ന് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, ലോങ് ക്വസ്റ്റ്യൻസ് ഫ്രണ്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ നടുക്കത്തെ പേജ് മൊത്തം ബ്ലാങ്ക് ആയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൂടുതലായിട്ടൊന്നും എഴുതാനുമില്ല. ഞാൻ ജസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത് വിട്ടു. ആൻസർ ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻവിജിലേറ്ററിന് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ പേപ്പർ ചെക്ക് ചെയ്യേണ്ടത് എൻ്റെ മാതാവായിരിക്കണം, ഈ പേപ്പർ ചെക്ക് ചെയ്യേണ്ടത്, എന്നാലേ എനിക്കിത് പാസ്സാകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഞാൻ കൊടുത്തത്. അങ്ങനെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു. പ്രാർത്ഥനയിൽ നല്ലോണം പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് കരുണക്കൊന്തൊക്കെ ചൊല്ലാറുണ്ട്. അതുപോലെ വചനം എഴുതി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നത് ജൂൺ 10-നാണ് റിസൾട്ട് വന്നത്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ജൂൺ 5-നായിരുന്നു. ഞാൻ ഉടമ്പടി പത്രികയിലും വെച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ മാതാവ് എനിക്ക് ഡിസ്റ്റിങ്ഷൻ നൽകിയാണ് എന്നെ അനുഗ്രഹിക്കേണ്ടതെന്നാണ്. അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നെ മാതാവ് 4th ഇയറിലും ഡിസ്റ്റിങ്ഷൻ നൽകിയാണ് അനുഗ്രഹിച്ചത്. ഉടമ്പടി സാക്ഷ്യം വഴി ഇവക്കുണ്ടായ അനുഭവം എൻ്റെ ഫ്രണ്ട് പറയുന്നതാണ്.
എൻ്റെ പേര് അനുജറി. ഞങ്ങൾ ഒന്നിച്ചാണ് നഴ്സിംഗ് പഠിക്കണത്. അമ്മ മാതാവും തിരുക്കുമാറിനും എനിക്ക് ഉടമ്പടി എടുക്കുന്നത് വഴി എനിക്ക് നേടിത്തന്ന അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മെയ് 1, 2026 ഞാനിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുന്നേ 4 വർഷവും ഞാൻ ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത്. BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ എക്സാം ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് സൈക്കോളജിയുടെ സമയത്താണ് എനിക്ക് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഫുള്ളും വൈറൽ ഫീവർ വന്ന് എനിക്ക് 103 ഡിഗ്രി പനിയായിട്ട് ഞാൻ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാവരും കമ്പൈൻ സ്റ്റഡിയാണ് സൈക്കോളജിക്ക് കൂടുതലും ഏറ്റവും എളുപ്പം അതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പനിയായിട്ട് കിടക്കണത്. എനിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റണില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ഞാൻ കിടപ്പായിപ്പോയി. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്കിനി എക്സാം എഴുതാൻ പറ്റുമോ, എനിക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, ഞാൻ ഫെയിലായി പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിപ്പിക്കും. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എപ്പോഴും ചൊല്ലുമായിരുന്നു. അങ്ങനെ എക്സാമിന് തൊട്ട് മുന്നേ എൻ്റെ പനി മാറുകയും എനിക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവാൻ പറ്റി. സെക്കൻഡ് ഇയറും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. തേർഡ് ഇയർ ഞങ്ങളിതുപോലെ വചനങ്ങൾ ചൊല്ലിയാണ് നല്ലോണം പ്രാർത്ഥിച്ചാണ് പഠിക്കാനായിട്ടിരിക്കണത്. ബൈബിള് വായിക്കും, അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. 2:30 ഞങ്ങൾ ചെല്ലാറുണ്ട്, എല്ലാവരോടും ഒന്നിച്ചാണ് ചെല്ലണത്. അങ്ങനെ എക്സാമിന് വേണ്ടി ഞങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്ത് മാംസ് പറഞ്ഞ് നല്ല തേർഡ് ഇയർ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എക്സാം സെൻറ്ററിൻ്റെ പുറത്ത് പോയി 10 പേരോടി ഞങ്ങൾ കൈപിടിച്ചാണ് വചനം ചൊല്ലി പ്രാർത്ഥിക്കണത്. അവിടെ ആരും ചവിട്ടാത്ത രീതിയിൽ ഉടമ്പടി വസ്തുക്കൾ ഞങ്ങളവിടെ ഉപ്പിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് സെൻറ്ററിൽ കയറണത്. കാശുരൂപം വെച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചാണ് എഴുതണത്. അങ്ങനെ റിസൾട്ടിൻ്റെ സമയം റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ ആ PDF ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി, ഞാൻ ഫെയിൽ ആവുമെന്ന് എനിക്ക് പേടിയായി. അങ്ങനെ ഇരിക്കണ സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ്, നീ പേടിക്കണ്ട, എന്തായാലും നീ പാസ്സാവും, നീ ഉടമ്പടി എടുത്തതല്ലേ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ നല്ലോണം പഠിച്ചല്ലോ, നല്ലോണം പ്രാർത്ഥിച്ച്, പിന്നെ എനിക്ക് എന്ത് പറ്റിയെന്നായിരുന്നു. കാരണം ഞാൻ അത്രയും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉടമ്പടി തൈലം എൻ്റെ രജിസ്റ്ററിൽ ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ പറഞ്ഞു, പേടിക്കണ്ട, നീ എന്തായാലും പാസ്സാവും. എൻ്റെ മാം എന്നെ വിളിച്ച് പറഞ്ഞു, നമുക്ക് നോക്കാം, മെമ്മോ വരട്ടെ, നമുക്ക് നോക്കാം, എന്തായാലും പാസ്സാവും മോൻ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് പറഞ്ഞ് അങ്ങനെ തൈലം പുരട്ടി ഞാൻ രജിസ്റ്റർ നമ്പറിൽ വെച്ച് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ആവർത്തിച്ച് ചൊല്ലി. റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് 1 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് മെമ്മോ വന്നത്. എൻ്റെ മെമ്മോ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഏറ്റവും നല്ല മാർക്ക് തന്ന എൻ്റെ മാതാവ് തിരുക്കുമാരൻ വരെ അനുഗ്രഹിച്ചതിന് 1000 നന്ദി ഞാൻ പറയുന്നു. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഉടമ്പടിക്ക് മുന്നേ എൻ്റെ കയ്യിൽ ഞാൻ ഇതുപോലെ ഒന്നും കൊണ്ടുപോയി നടക്കില്ലായിരുന്നു. അതേപോലെ ജപമാല പോലും ഞാൻ മര്യാദയ്ക്ക് എത്തിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സമ്പൂർണ്ണ ജപമാല വരെ എനിക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതേപോലെ അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനൊക്കെ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും അധികം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം നാട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ ഒപ്പം പോയിട്ട് മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ളവരെയൊക്കെ പോയിട്ട് കാണും. അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹോസ്പിറ്റൽസിൽ പോയിട്ട് പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മലയാള പത്രവും അതുപോലെ തെലുങ്ക് പത്രവും വാങ്ങിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും. അതേപോലെ കാശുരൂപത്തിൻ്റെ ലോക്കറ്റും അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇതുപോലെ ഇനിയും ഒത്തിരി ചെറുതും വലുതായിട്ടുള്ള അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയും എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അലീന വിൽസണും അനുജറിയും തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മക്കളുടെ വാക്കിൽ തന്നെ നമുക്ക് ബോധ്യമുണ്ടായിരുന്നു എപ്രകാരം ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും പ്രാർത്ഥനകളോടും വിശുദ്ധ വസ്തുക്കളോടൊക്കെ ചേർന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ അവർ ക്രമപ്പെടുത്തി എന്നുള്ളത്. അതുതന്നെയാണ് ഈ മക്കൾ കടന്നുപോയ ജീവിതാവസ്ഥകളിലും പഠനത്തിൻ്റെതായ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ നമുക്ക് ഈ മക്കളുടെ വാക്കിൽ തന്നെ കാണുവാനും കേൾക്കുവാനും സാധിക്കുകയുണ്ടായത്. ചില സെമസ്റ്ററിലൊക്കെ കടന്നു പോകുന്ന വിഷയങ്ങളും കമ്മ്യൂണിറ്റി എക്സാം ആണെങ്കിലും
എക്സാമിനുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ സമർപ്പിക്കുമ്പോഴും അത് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലേക്ക് പഠിക്കാൻ തന്നെ പാടായിട്ട് മാറുമ്പോഴും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കും. പരിശുദ്ധ അമ്മയാണ് ഞങ്ങൾക്ക് മാർക്ക് നൽകി അനുഗ്രഹിക്കുന്നത് എന്നിവരുടെ വാക്കുകൾ അത് പൂർണ്ണമായിട്ടും വിശ്വാസത്താൽ പറയുന്ന ഒന്നുകൂടിയാണ്. ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഇവരെ ഇനിയും മാറ്റണമേ എന്നും ഇവരുടെ ജീവിത പ്രവൃത്തികളിലും നന്മകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഈ അൾത്താരയ്ക്ക് മുമ്പിൽ സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങളായിട്ടാണ് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്, അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മളെയും ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്ക്